ചെയ്യുന്നു. സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷാജു ശാമുവേൽ അവർകൾ തന്റെ കുടുംബം, പ്രിയ കർത്തൃദാസൻ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതമായ ദൈവസഭ, ജർമ്മനിയുടെ വിവിധ ഇടങ്ങളിൽ കർത്തൃവേല തന്നോടൊപ്പം തന്റെ കീഴിൽ ചെയ്യുന്ന കർത്തൃദാസന്മാർ, മറ്റിതര ലോക്കൽ സഭകള്, വിശേഷാൽ ദൈവമക്കൾ, ഏവർക്കും അനശ്വരനായ യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അകമഴിഞ്ഞ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി ആരംഭിക്കപ്പെട്ടിട്ട് ഇന്നത് 7ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 6 ക്ലാസ്സുകൾ നമ്മെ വിട്ട് കടന്നുപോയി. 6 ക്ലാസ്സുകളിലായി വചനാടിസ്ഥാനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇതിനോടകം കഴിഞ്ഞു. ഇതുവരെ ചിന്തിച്ച പല കാര്യങ്ങളും ഇതിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. ഇന്ന് 7ാമത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വിശേഷാൽ ഈ ബദേൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ച് എന്നറിയപ്പെടുന്ന അനുഗ്രഹീതമായ കൂട്ടായ്മയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ 7ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇന്ന് പഠിക്കുവാനായിട്ട് ലഭ്യമായിരിക്കുന്ന സമാഗമന കൂടാരത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്, കഴിഞ്ഞ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലയത്തിലെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ചില ഉപകരണങ്ങളാണ്. നമ്മൾ പഠിച്ചതിന് വീണ്ടും ആവർത്തിച്ച് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും പേര് മാത്രം പറഞ്ഞു വിടാം. പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഗപീഠം, താമ്രത്തൊട്ടി, വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായ മേശ, മനോഹരമായ അപ്പങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശ, തുടർന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ് തനി തങ്കം കൊണ്ട് നിർമ്മിതമായ മനോഹരമായ കവരവിളക്ക് അഥവാ തങ്കവിളക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഉപകരണമാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. അതിന്റെ പേരാണ് വാസ്തവത്തിൽ ഗോൾഡൻ അൾട്ടർ ഓഫ് ഇൻസെൻസ് അല്ലെങ്കിൽ സ്വർണ്ണ ധൂപപീഠം എന്നറിയപ്പെടുന്ന ഒരു മനോഹരമായ ഉപകരണം. ആ ഉപകരണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആത്മീക സത്യങ്ങളും ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എൻ്റെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ വളരെ വിനീതമായി ഒരിക്കൽ കൂടെ ക്ഷണിച്ചു കൊള്ളുന്നു. നമ്മൾ വ്യത്യസ്ത ഇടങ്ങളിലാണ്, രാജ്യങ്ങളിലാണ് ആയിരിക്കുന്നത് എങ്കിലും ഇരിക്കുന്ന ഇടങ്ങളിൽ വളരെ അകലെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു റൂമിനകത്തിരിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മൾ വളരെ മൈലേജുകൾക്കപ്പുറം അന്യഭൂഖണ്ഡത്തും വ്യത്യസ്ത രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ആയിരിക്കുമ്പോഴും നമ്മെ എല്ലാവരെയും ഒരുപോലെ അറിയുന്ന സർവജ്ഞാനിയായ ദൈവം ഉപരി നമ്മെ എല്ലാവരെയും പരിപാലിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയും നമ്മെ അവിടവിടങ്ങളിലായി രാജ്യവ്യത്യാസം എന്നെ സ്ഥലവ്യത്യാസം എന്നെ പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ തന്നെ തുടർന്നുള്ള മിനിറ്റുകൾ നമുക്കായിരിക്കാം. ഇന്നിവിടെ നമ്മൾ പഠിക്കുന്ന ഈ സ്വർണ്ണ ധൂപപീഠം എന്നറിയപ്പെടുന്ന മനോഹരമായ ആ ഉപകരണത്തെ പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് ദയവായി എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു വേദവാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ കർത്തൃനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒത്തിരി വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും സമയത്തിന്റെ കുറവ് കൊണ്ട് അതിനായിട്ട് മുതിരുന്നില്ല. പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നന്നായിരിക്കും. പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കേണം. ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കേണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവും ആയിരിക്കണം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മതി. നമ്മളിവിടെ വായിച്ച് കേൾക്കപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു തുടക്കം എന്ന വണ്ണം ആ വാക്യം ഒരു സഹായകമായി തീർന്നു. ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടപ്പോൾ ഇവിടെ നമ്മൾ കണ്ട വസ്തുത
മനോഹരമായ ഉപകരണം സ്വർണ്ണ ധൂപപീഠമാണ്. ധൂപപീഠം, അൾട്ടർ ഓഫ് ഇൻസെൻസ് അല്ലെങ്കിൽ ഗോൾഡൻ അൾട്ടർ ഓഫ് ഇൻസെൻസ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർണ്ണ ധൂപപീഠം എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ശില്പത്തിന് അല്ലെങ്കിൽ ഈ ഉപകരണത്തിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്. അതിന്റെ പേര് എബ്രായ ഭാഷയിൽ മിഷ്ബാക്ക് കെഥോറോസ് എന്നാണ്. മിഷ്ബാക്ക് കെഥോറോസ് എന്ന പദമാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത് കെത്തോറത്ത് എന്ന എബ്രായ പദത്തിന് ധൂപിക്കുക അല്ലെങ്കിൽ ധൂപം വെളിപ്പെടുത്തുക എന്ന അർത്ഥമാണ് ഈ പദത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ പഠിക്കേണ്ടത് സ്വർണ്ണ ധൂപപീഠം, വളരെ മനോഹരമായ ഒരു ഉപകരണം. ഇതിന്റെ ഉപയോഗം എന്താണ്? ഇതെന്തിനാണ് സ്വർഗത്തിലെ ദൈവം നിർമ്മിക്കുവാൻ വേണ്ടി പറഞ്ഞത്? പഠിക്കുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശ്രദ്ധിക്കണം. പ്രാകാരം എന്നറിയപ്പെടുന്ന ആലയത്തിന്റെ പ്രാരംഭ സ്ഥലം ശരിക്കും അത് മുറ്റമാണ്. കോർട്ട്യാർഡ് എന്നൊക്കെയുള്ള പദങ്ങളാണ്. ആ പ്രാകാര മുറ്റം അല്ലെങ്കിൽ പ്രാകാരം ആലയത്തിന്റെ പ്രഥമ ഭാഗം, പ്രാരംഭ സ്ഥലം. ചെന്ന് കയറുന്നത് ആദ്യം അവിടെയാണ്. ആ സ്ഥലത്ത് എല്ലാവർക്കും വരാം. 12 ഗോത്രത്തിൽപ്പെട്ട സകല വ്യക്തികൾക്കും അവിടെ യാഗാർപ്പണത്തിന് വേണ്ടി അവർക്ക് വരാം. ഒരു തടസ്സവുമില്ല. അപ്പോൾ അവിടെ വരുന്നവർക്ക് അവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ഉപകരണങ്ങളാ? പ്രധാനപ്പെട്ട 2 എണ്ണം, അതിന്റെ സബുകളുണ്ട്. ആ പ്രധാനപ്പെട്ട 2 ഉപകരണങ്ങളായ യാഗപീഠവും താമ്രയാഗപീഠവും താമ്ര തൊട്ടിയും, ഈ 2 ഉപകരണവും അവിടെ വരുന്ന എല്ലാവർക്കും കാണാം. പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തിന്റെ പേര് വിശുദ്ധ സ്ഥലം എന്നാണ്, ഹോളി പ്ലേസ്. അപ്പോൾ ഈ ഹോളി പ്ലേസ് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ഇടത്ത് പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങൾ ഇരിപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആ ഉപകരണങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് പഠിക്കുന്നതുമായ കാഴ്ചയപ്പത്തിന്റെ മേശ, കവര വിളക്ക്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്വർണ്ണ ധൂപപീഠം. ഈ പറയപ്പെട്ട 3 ഉപകരണങ്ങളും വിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റാർക്കും, പുരോഹിതന്മാരൊഴികെ ഇസ്രായേൽ ജനങ്ങളിൽ മറ്റാർക്കും ഈ ഉപകരണങ്ങൾ കാണാൻ പറ്റുന്നില്ല. കാരണം അത് ഇരിക്കുന്ന സ്ഥലം അത്രയും മഹനീയമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് വേറെ ഒരുവനും പ്രവേശിക്കുവാൻ അർഹതയില്ല, അനുവാദമില്ല, പ്രവേശിച്ചുകൂടാ. ഇൻ കേസിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ ശിക്ഷയെന്ന് പറയുന്നത് മരണശിക്ഷയാണ്. അല്ലാതെ 3 മാസമോ 6 മാസമോ ചപ്പാത്തി തിന്നാൻ വേണ്ടി ജയിലിലടയ്ക്കുന്ന സംവിധാനമല്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത കൽപ്പനകൾ നമ്മൾ പഠിച്ചു നോക്കണം. ദൈവിക കൽപ്പന ആര് ലംഘിച്ചാലും ശിക്ഷയെന്ന് പറയുന്നത് അത് അതികഠിനമായിരുന്നു. അതികഠിനമായ ശിക്ഷയാണ് ദൈവം കൊടുത്തിരുന്നത്. ഏതായാലും ശ്രദ്ധിക്കണം, വിശുദ്ധ സ്ഥലത്ത് ഈ ഉപകരണങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് പൊതുജനത്തിന് ഈ ഉപകരണങ്ങൾ കാണാൻ കഴിയുന്നില്ല. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ സ്വർഗത്തിലെ മഹാദൈവം നമ്മെ ഇന്ന് ആക്കിയിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിലാണ്, കർത്താവിന്റെ സന്നിധിയിലാണ്. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് ലോകക്കാർക്ക് വേണ്ട വിധത്തിൽ നമ്മെ അറിയാൻ പറ്റുന്നില്ല. പുറമേ കാണുമ്പോൾ വിശ്വാസിയെന്നും പാസ്റ്ററെന്നും ഉപദേശിയെന്നും പരിഹാസ രൂപേണയും അല്ലാതെയൊക്കെ അവർ നമ്മെക്കുറിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് അതിന്റെ വില, മാഹാത്മ്യം, പ്രത്യേകത പൊതുജനങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. അവർക്ക് നന്നായിട്ട് നമ്മെ കാണാൻ പറ്റാഞ്ഞത് കൊണ്ടാണ്. കാരണം നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ലോകത്തിൽ നിന്ന് വേർപെട്ട് വ്യത്യസ്തരായി പാർക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. ഞാൻ ഇതിനോടകം പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ ഒരു വാക്കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് മറ്റു വ്യക്തികളോടൊപ്പം ഇടകലർന്ന് മിങ്കിളായി അവരോടൊപ്പം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് കേട്ട് അതും ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ തികച്ചും വ്യത്യസ്തരാണ്. നമ്മൾ വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. പഴയ നിയമം പഠിച്ചാലും പുതിയ നിയമം പഠിച്ചാലും 2 ഭാഗം പരിശോധിച്ചാലും എത്ര മനോഹരമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു നമ്മെക്കുറിച്ച്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ബിലയാം എന്ന കഥാപാത്രം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം,
ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പാർത്താലും നമ്മെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം, ഒരു അറിവുണ്ടാകണം. നമ്മൾ തനിച്ച് പാർക്കുന്നവരാണ്, നമ്മൾ ദൈവമക്കളാണ്. ആ ഭാഗം ഞാൻ വിടുന്നു. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, വിശുദ്ധ സ്ഥലത്ത് ഈ ഉപകരണം ഇരിക്കുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്ക്, മറ്റു ഗോത്രത്തിൽപ്പെട്ട ആർക്കും, പുരോഹിതന്മാരൊഴികെ മറ്റാർക്കും ഇത് കാണാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ മഹാദൈവം നമ്മെ അവിടുത്തെ സന്നിധിയിൽ എത്ര മനോഹരമായ രീതിയിൽ, എത്ര ശ്രേഷ്ഠകരമായ രീതിയിൽ നമ്മെ നിർത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞ്, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ നമ്മെ ദൈവം രക്ഷിച്ച് ആക്കിയിരിക്കുന്ന ആ പദവി ഓർത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, സ്തോത്രവും സ്തുതിയും ആരാധനയും മഹത്വവും ഇടപെടാതെ ദൈവത്തിന് അർപ്പിക്കണം. എത്ര തന്നെ സ്തുതി കരയറ്റിയാലും മതി വരത്തില്ല. ആ അവസ്ഥയിലെ ദൈവം നമ്മെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നിർമ്മിക്കുവാൻ ദൈവം കൊടുത്ത പ്രമാണം നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കതിരമരം കൊണ്ട് ഒരു ധൂപവീണ ഉണ്ടാക്കിയിട്ട് അതിനെ തങ്കം കൊണ്ട് പൊതിയണം, അഥവാ സ്വർണം കൊണ്ട് പൊതിയണം. അതുകൊണ്ടാണ് സ്വർണ്ണ ധൂപപീഠം എന്നുള്ള പേര് കിട്ടുന്നത്. വാസ്തവത്തിൽ ഖദിരമരത്തെ കുറിച്ച് പ്രാരംഭ ക്ലാസ്സിലാണോ രണ്ടാമത്തെ ക്ലാസ്സിലെന്ന് അറിയത്തില്ല, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരൊറ്റ മനുഷ്യനും ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ഒരു മരം അല്ലെങ്കിൽ ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ഖദിരമരമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ആ വൃക്ഷത്തിന്റെ അരികത്ത് ചെല്ലാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല. അത്രമാത്രം മുള്ളുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു വൃക്ഷം വേറെ ലോക ചരിത്രത്തിലില്ല. മുള്ളുകളുള്ള വൃക്ഷമുണ്ട്, ഇതുപോലെ കഠിനമേറിയ മുള്ളുകളുള്ള വൃക്ഷം വേറെയില്ല. ഇനി ഈ വൃക്ഷം എന്ന് പറഞ്ഞാൽ മറ്റ് ഇതര വൃക്ഷങ്ങളെ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്ന ഒരു വൃക്ഷം അല്ല. വളഞ്ഞും തിരിഞ്ഞും ഒക്കെ മറ്റ് വൃക്ഷങ്ങളോടൊപ്പം ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഒരു ചെടിയ അല്ലെങ്കിൽ ഒരു മരമാണ്. ഈ മരത്തെയാണ് സ്വർഗത്തിലെ ദൈവം ലക്ഷ്യം വെച്ചത്. ഇനി ഇത് വളരുന്നത് പട്ടണങ്ങളിലല്ല, ജനം പാർക്കുന്ന പരിസരത്തല്ല, വളരെ അങ്ങ് അകലെ വനാന്തരങ്ങളിൽ, മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലാണ് ഇത് വളരുന്നത്. ഈ മരത്തെയാണ് സ്വർഗത്തിലെ ദൈവം മുറിച്ച് എറിച്ച് അതിനെ കീറി ചെത്തി മിനുസപ്പെടുത്തി ആലയത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള കൽപ്പന സ്വർഗത്തിലെ ദൈവം കൊടുത്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ വൃക്ഷം തികച്ചും ഒരു തികഞ്ഞ പാവിക്ക് സാദൃശ്യമാണ്. അങ്ങനെ ആർക്കും വേണ്ടാതെ കിടന്ന കൊടും പാവിയെ നമ്മൾക്ക് വേണമെങ്കിൽ ഇന്ന് ലോകക്കാർ കൊടുക്കുന്ന ഒരു പേര് കൊടുക്കുക, ക്രിമിനൽ. അത്രയും ക്രിമിനലായിരുന്ന പാവിയായിരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ നമ്മെ സ്വർഗത്തിലെ ദൈവം മനസ്സോടെ തേടി വന്ന് നമ്മെ തമ്പുരാൻ തന്റെ സന്നിധിയിൽ എത്ര മനോഹരമായ ഒരു ഉപകരണമാക്കി അവിടുത്തെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നു. ഈ അനുഭവം അറിയുന്ന ദൈവമക്കൾ വാതോരാതെ ഈ ക്ലാസ് ഇരിക്കുമ്പോൾ മാത്രമല്ല, മീറ്റിംഗിൽ വരുമ്പോൾ മാത്രമല്ല, ഏത് സ്ഥാനത്തായിരുന്നാലും ഓർക്കുമ്പോൾ മനസ്സോടെ വാ തുറന്നു അല്ലാതെയും ഒരു സ്തോത്രം പറയണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? നമ്മൾ എല്ലാ സ്ഥലത്തും ഇരുന്ന് വാ തുറന്ന് സ്തോത്രം പറയുമ്പോൾ ചിലപ്പോൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാ തുറന്ന് സ്തോത്രം പറയേണ്ട സ്ഥാനത്ത് വാ തുറന്നും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പറയേണ്ട സ്ഥാനത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന വിധവും പദവിയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, വിശ്വപ്രസിദ്ധനായ ഒരു സ്ലീഹൻ പുതിയ നിയമത്തിലുണ്ട്, ലോക പ്രശസ്തനാണ്. ആ സ്ലീഹന്റെ പേരാണ് സെന്റ് പോൾ അല്ലെങ്കിൽ വിശുദ്ധ പൗലൂസ്. പൗലൂസ് തന്നെ കുറിച്ച് പറയുന്ന ഒരു വസ്തുതയുണ്ട് കേട്ടോ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്നിട്ട് ആ വാക്യത്തിൽ ഒരു പദപ്രയോഗം കൂടെയുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നാണ്. കണ്ടോ? അപ്പോൾ മുമ്പ് ദൂഷകന്മാരായും പാപികളായും ക്രിമിനൽ അങ്ങനെയുള്ളൊരു പദം പറയുമ്പോൾ നിങ്ങൾ ആരും ഞെട്ടിപ്പോകരുത്. വാസ്തവത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ ലിസ്റ്റിൽപ്പെട്ടവരാ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള തലമുറക്കാര് ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ കിടന്നവരാ. ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിച്ച് അവിടുത്തെ സന്നിധിയിൽ നമ്മെ തനി തങ്കം കൊണ്ട് പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇന്ന് കാണുമ്പോൾ എത്ര മനോഹരം! പുതിയ നിയമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ പുതിയ നിയമസഭയെ സ്വർഗത്തിലെ ദൈവം ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന്
കൃപകളാലും വരങ്ങളാലും. അതിനാണ് നമ്മൾ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. പുതിയ നിയമ സഭയെ കർത്താവ് ഇന്ന് നിർത്തിയിരിക്കുന്ന കൃപാവരങ്ങളാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ എത്ര വൻകിട ശക്തികൾ, വൻ ശക്തികൾ പുതിയ നിയമസഭ എന്ന സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ച സ്ഥാപനത്തെ മുച്ചൂടും മുടിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ, നിർമൂലമാക്കുവാൻ അങ്ങേയറ്റം അരിശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിയിട്ടും സഭയ്ക്ക് ഇന്നുവരെയും ഒരു കുഴപ്പം പറ്റാതെ സഭ വളരെ ശക്തമായി ലോകമെമ്പാടും തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്, ഒന്ന്, സ്വർഗത്തിലെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടത്; രണ്ട്, ഈ സഭയ്ക്കാണ് സ്വർഗത്തിലെ ദൈവം കൃപാവരങ്ങളെ സൗജന്യമായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സഭ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൃപാവരങ്ങളാൽ നമ്മൾ നിറഞ്ഞ് ശോഭിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചു വരട്ടെ. ഇവിടെ പ്രാകാരത്തിൽ ഒരു താമ്ര യാഗപീഠം, വിശുദ്ധ സ്ഥലത്ത് ഒരു സ്വർണ്ണ ധൂപപീഠം. ഇത് രണ്ടും യേശു ക്രിസ്തുവിന് നിഴലാണ്. നമ്മൾ പ്രത്യേകിച്ച് സമാഗമന കൂടാരത്തിലുള്ള ഏത് വസ്തുവിനെ കുറിച്ച് പഠിച്ചാലും ഒന്നുകിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ വിശ്വാസികൾ, അല്ലെങ്കിൽ കർത്തൃദാസന്മാർ, ഇങ്ങനെയുള്ള നിഴലും പൊരുളുമായിട്ട് സാദൃശ്യ രൂപേണ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണമേ, യാഗപീഠവും ധൂപപീഠവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് നിഴലാണ്. താമ്ര യാഗപീഠം എന്ന് പറയുന്നത് ഒരു വലിപ്പമുള്ള വസ്തു. അതിന് 5 മുഴം നീളം, 5 മുഴം വീതി, സമചതുരം. 5 മുഴം നീളം, 5 മുഴം വീതി, സമചതുരം. ഉയരം വന്നിട്ട് 3 മുഴം. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ധൂപപീഠത്തിലേക്ക് വരുമ്പോൾ 1 മുഴം നീളം, 1 മുഴം വീതി, സമചതുരം, 2 മുഴം ഉയരം. മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നും കൂടെ ഞാൻ വിശദീകരിക്കാം. യാഗപീഠത്തിന്റെ നീളവും വീതിയും ഉയരത്തെക്കാൾ കൂടുതൽ. ഓക്കെ, യാഗപീഠത്തിന്റെ നീളവും വീതിയും ഉയരത്തെക്കാൾ കൂടുതൽ. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ ധൂപപീഠമാകട്ടെ, നീളവും വീതിയും ഉയരത്തെക്കാൾ കുറവാണ്. ഇവിടെ ഉയരം കൂടുതൽ, അവിടെ ഉയരം കുറവ്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. പ്രാകാരത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വിശുദ്ധ സ്ഥലത്തും യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. പ്രാകാരത്തിൽ കാണുന്നതിനേക്കാൾ വലിപ്പമുണ്ടെങ്കിലും ഇവിടെ ഉയരം കൂടുതലാണ്. എന്താ അതിന്റെ അർത്ഥം? ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നത് ഭൂമിയിലല്ല, അന്ന് ഭൂമിയിലായിരുന്നു. എന്ന് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് സ്വർഗത്തിലെ സകല മഹിമയും ഉപേക്ഷിച്ച ക്രിസ്തു നേരെ ഈ ഭൂമിയിലേക്കാണ് എഴുന്നള്ളിയത്. അവൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു. അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച ക്രിസ്തു 30ാമത്തെ തിരുവയസ്സിൽ പിതാവായ ദൈവത്തിന്റെ നീതിയാകുന്ന സ്നാനം നടപ്പിലാക്കി. സ്നാനാനന്തരമുള്ള 3.5 കൊല്ലം ആ ദേശത്തിന്റെ, പലസ്തീൻ അല്ലെങ്കിൽ ഗാലിലി, ആ ദേശത്തിന്റെ നെടുകയും കുറുകയൊക്കെ സഞ്ചരിച്ച് ആ 3.5 കൊല്ലം യേശു ദൈവപുത്രനാണെന്ന് തെളിയിച്ചു. എങ്ങനെ? വിവിധ വീര്യപ്രവൃത്തികളാലും അത്ഭുതങ്ങളാലും രോഗികളെ സൗഖ്യമാക്കിയതിലൂടെയും പാപികൾക്ക് പാപമോചനം നൽകിയതിലൂടെയും ഒക്കെ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിച്ചു. സർവ്വലോകത്തിന്റെയും പാപത്തെയും ചുമന്നുകൊണ്ട് യേശു നേരെ കാൽവറി മലമുകളിൽ നടന്ന് കയറി ക്രൂശിതനായി തീർന്നു, പരമയാഗമായി തീർന്നു. ആ ക്രിസ്തു ഇന്ന് ഭൂമിയിലല്ല. ആ ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് സിംഹാസനസ്ഥനായി ഇരുന്നു കൊണ്ട് മാനവജാതിയായ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന തന്റെ ജനമായ നമുക്ക് വേണ്ടി ഇന്ന് ഈ നിമിഷത്തും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധൂപപീഠം എന്ന് പറഞ്ഞാൽ കർത്താവ് ഇന്ന് ഉന്നതങ്ങളിൽ നമുക്ക് വേണ്ടി വസിക്കുന്നു എന്നുള്ള ആ ഉന്നതിയെ, ഉയർച്ചയെ വെളിപ്പെടുത്തുന്നു. അതാണ് ധൂപപീഠം നീളത്തെക്കാളും വീതിയെക്കാളും ഉയരം കൂടിയത്. യാഗപീഠമാകട്ടെ ഉയരത്തെക്കാൾ നീളവും വീതിയും കൂടിയത്. അപ്പോൾ ഇന്ന് ക്രിസ്തു നമുക്കാര്? ഇന്ന് ക്രിസ്തു നമുക്ക് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രിസ്തു ലോകത്തിലെ പാപികളായ മനുഷ്യവർഗത്തിനാര്? ഇന്ന് ക്രിസ്തു ഉലകത്തിലെ സകല മനുഷ്യവർഗത്തിനും രക്ഷകനാണ്, രക്ഷിതാവാണ്.
ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, യാഗപീഠവും ധൂപപീഠവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നമ്മൾ തിരിച്ചറിയണം. യാഗപീഠം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു പ്രക്രിയ. യാഗപീഠം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാരണം യാഗപീഠത്തിൽ അവിടെ അനുദിനവും നിരന്തരം നടക്കുന്ന യാഗമാണ്. ആ യാഗങ്ങൾ നടക്കുന്നത് മുഖാന്തരം, യാഗവസ്തുവിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുന്നത് മുഖാന്തരം പാപമോചനം, പാപത്തിന് പരിഹാരം യാഗാർപ്പണം നടത്തുവാൻ വരുന്ന ഏത് വ്യക്തിക്കും ഗോത്ര വ്യത്യാസം തന്നെ ലഭിക്കുന്നു. നേരെ മറിച്ച് ധൂപപീഠമാകട്ടെ, സാക്ഷാൽ ധൂപപീഠം നമ്മെ സത്യ ആരാധനയിലേക്ക് നയിക്കുന്ന സത്യ ആരാധനക്കാരാക്കി തീർക്കുകയാണ്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് സത്യാരാധന അല്ലെങ്കിൽ വിശുദ്ധിയിലും വേർപാടിലുള്ള ആരാധന. ഇപ്പൊ പാപികളായിരിക്കുമ്പോൾ ആരാധിക്കാൻ വ്യവസ്ഥയില്ല, ആരാധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരാധിച്ചാൽ തമ്പുരാൻ ആരാധന കൈക്കൊള്ളത്തില്ല. പിന്നെ ആരാണ് ആരാധിക്കേണ്ടത്? ആരാധിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് ആരാധന. അതിനൊരു കൊച്ചു എക്സാമ്പിള് നിങ്ങളെ നേരെ പുറപ്പാട് പുസ്തകത്തിലേക്ക് കൊണ്ടുപോകുന്നു. മിസ്രൈമിൽ ഇസ്രായേൽ ജനമാണ് കിടന്നത്, ദൈവത്തിന്റെ ജനമാണ്. പക്ഷെങ്കിൽ അവർക്ക് അവിടെ കിടന്നുകൊണ്ട് ആരാധിക്കാൻ പറ്റത്തില്ല. ഫറവോൻ പറഞ്ഞു ഇവിടെ കിടന്ന് ആരാധിച്ചോളാം. അപ്പോൾ മോശ പറഞ്ഞു അത് പറ്റത്തില്ല, എന്റെ ജനത്തെ ആരാധിപ്പാൻ വേണ്ടി വിട്ടയക്കണം, അവർക്ക് മരുഭൂമിയിൽ ചെന്ന് വേണം ദൈവത്തെ ആരാധിക്കുക. തന്നെയല്ല, ഇവിടെ കിടന്നാൽ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ വ്യവസ്ഥ അനുസരണം ആരാധിക്കാൻ പറ്റില്ല. നമ്മൾ ദൈവമക്കൾ അത് തിരിച്ചറിയണം. നമ്മെ ദൈവം രക്ഷിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മെ വീണ്ടെടുത്തത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ. അപ്പോൾ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ പിൻപറ്റുവാൻ വേണ്ടി, ദൈവത്തെ സേവിപ്പാൻ വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മൾ ഒരു കാരണത്താലും ആരാധനയ്ക്ക് വിള്ളൽ വരത്തക്ക വിധത്തിൽ, കളങ്കം ചാർത്തപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു വിഷയത്തിൽ നമ്മൾ പെട്ടുപോകരുത്, അകപ്പെട്ടു പോകരുത്. ദൈവം നമ്മെ രക്ഷിച്ചത് ദൈവത്തെ ആരാധിക്കുവാനാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയുസ് മുഴുവൻ ഒരു ചിന്ത വേണം, ഞാൻ ദൈവ പൈതലാണ്, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ഉത്തമ ബോധ്യം. രാപകൽ വ്യത്യാസം കൂടാതെ ഒരു വർഷത്തിന് 365 ദിവസമുണ്ടെങ്കിൽ ആ 365 ദിവസവും ഒരു ദിവസത്തിന് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂറും നമുക്കൊരു ചിന്ത വേണം, ഞാൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കൂ, യാഗപീഠം ദൈവത്തോട് അടുപ്പിക്കുന്നതാണെങ്കിൽ ധൂപപീഠം ദൈവമായുള്ള വാസം പുലർത്തി ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മെ പ്രാപ്തരാക്കി തീർന്നിരിക്കുന്നു. ഓക്കെ, ഇനി ധൂപപീഠം നിർമ്മിച്ചത് കതിരമരം കൊണ്ടാണ്. പക്ഷെങ്കിൽ ഈ ധൂപപീഠം കാണുന്ന ഒരൊറ്റ വ്യക്തിക്കും മരത്തിന്റെ ലേശം പോലും കാണാൻ കഴിയുന്നില്ല. പക്ഷെ മരം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ധൂപപീഠം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കാണിക്കുന്നു. മരം മനുഷ്യത്വത്തെയും ആ സ്വർണം അഥവാ തങ്കം അത് ദൈവത്വത്തെയും കാണിക്കുന്നു. ഓൾറൈറ്റ്, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരുപോലെ വെളിപ്പെടുത്തുന്ന വസ്തുതകളാണ് നമുക്ക് ഓരോ ആലയത്തിന്റെ ഭാഗത്തും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ അല്പം പോലും മനുഷ്യത്വമില്ലാത്ത, തീർത്തും ദൈവത്വം തുളുമ്പി നിൽക്കുന്ന ഉപകരണങ്ങളും എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒന്ന്, പ്രാകാരത്തിൽ ആ താമ്രത്തൊട്ടി, അതിൽ അല്പം പോലും മരം ചേർന്നിട്ടില്ല. അത് സാക്ഷാൽ ദൈവം, തീർത്തും പരിശുദ്ധാത്മാവിൽ അല്പം പോലും മനുഷ്യത്വം ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ മേശ മരം കൊണ്ടുണ്ടാക്കിയിട്ടാണ് പൊന്നുകൊണ്ട് പൊതിഞ്ഞത്. അതുപോലെ ഈ ധൂപപീഠം മരം കൊണ്ട് നിർമ്മിച്ചിട്ടാണ് പൊന്നു പൊതിഞ്ഞത്, സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. നേരെ മറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചില്ലേ, ആ മനോഹരമായ തങ്കവിളക്ക്, അതിലല്പം പോലും മരമില്ല, അതിൽ മനുഷ്യത്വം ലേശം പോലും കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ യേശുക്രിസ്തുവിൽ
ഒരുപോലെ മനുഷ്യത്വവും ദൈവത്വവും നിഴലിച്ചിരുന്നു, അല്ലെങ്കിൽ വെളിപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ സമയത്ത് കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ആ ക്രിസ്തുവിൽ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് വസിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനിൽ വാസ്തവത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നതേ ഇല്ല. അവിടുന്ന് തീർത്തും സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ, അവിടുന്ന് തീർത്തും ദൈവമാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണമേ, കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു. അതിനുവേണ്ടി 2 തെളിവുകൾ നിങ്ങൾക്ക് തിരുവെഴുത്തിൽ നൽകുവാൻ താല്പര്യപ്പെടുന്നു. ദയവായിട്ടൊന്ന് വായിച്ച് സഹായിക്കണം. ഒന്ന്, റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. 2, എബ്രായ ലേഖനം 7:25. ഈ 2 വേദവാക്യങ്ങളും ദയവായിട്ടൊന്ന് വായിച്ച് സഹായിക്കണേ. ഒന്നാമതായിട്ട് വായിക്കേണ്ടത് റോമാലേഖനം 8:34. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അവിടെ നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇന്റർസെക്ഷൻ, നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണമേ. എബ്രായ ലേഖനം 7:25. കമോൺ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ തിരുവെഴുത്തുകൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ആ വാക്യം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. കർത്താവ് ഇന്ന് എല്ലാവർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നില്ല. ആരും തെറ്റിദ്ധരിക്കപ്പെടരുത്. കർത്താവ് ഇന്ന് ഭൂമിയിൽ കിടക്കുന്ന എല്ലാ പുള്ളികൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു? എത്ര മനോഹരമായി കൊടുത്തിരിക്കുന്നു. ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ കർത്താവ് പക്ഷപാതം ഇപ്പൊ ചെയ്യുന്നത് ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി മാത്രം. കൃപയാൽ നമുക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി, സന്ദർഭങ്ങളിലായി ഈ മഹാദൈവത്തോട് അടുക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരെന്നറിയാമോ? അതിനെന്താ പറയേണ്ടത്? വി ആർ ദ ബ്ലസ്സഡ് പീപ്പിൾ, അല്ലെങ്കിൽ ലക്കി പേഴ്സൺ എന്ന് പറയാം. നമ്മൾ ഭാഗ്യശാലികൾ, അനുഗ്രഹീതരാ. നമുക്ക് 2 വിധത്തിൽപ്പെട്ട പക്ഷപാതം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ വീണു പോകാതിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആരുടെ കഴിവല്ല കേട്ടോ. ചില ആളുകളൊക്കെ സഭായോഗത്തിന് സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് ഗംഭീര സാക്ഷി അടിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഈ പുള്ളി ഇപ്പൊ തന്നെ 3-ാം സർഗത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന കഥാപാത്രം തോന്നി അത്ര ഗംഭീര സാക്ഷ്യം അടിച്ചു വിടുന്നത്. എത്ര സാക്ഷ്യമാണ് അടിച്ചു വിട്ട ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അറിയണം, ഈ തിരുവെഴുത്തിന്റെ സഹായത്താൽ ഇന്നും എന്നും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് 2 വിധത്തിൽപ്പെട്ട പക്ഷപാതം നടന്നുകൊണ്ടിരിക്കുക. പിടികിട്ടിയോ? ഇനി പക്ഷപാതം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷങ്ങളായിട്ട് ജർമ്മനി പോയവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുതേ. ഈ പക്ഷപാതം മലയാളം എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഒരു ഭാഷ എന്നാണ് അറിയപ്പെടുന്നത് മലയാളം. ഒരക്ഷരം തെറ്റിയാൽ അർത്ഥം മാറും. പക്ഷവാദം, ഇവിടെ നമ്മൾ ഉച്ചരിക്കേണ്ടത് ദാവീദിന്റെ തായാണ്. ഓക്കെ, തേനിന്റെ തായല്ല, ദാവീദിന്റെ ദാ, പക്ഷവാദം. അപ്പോൾ പക്ഷവാതം എന്ന് പറയുമ്പോൾ അതൊരു രോഗമാണ്. ഓക്കെ, സ്ട്രോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ടൈപ്പിൽപ്പെട്ടതാണ് മറ്റത്. അത് രോഗം. ഇത് രോഗമല്ല. ഇത് കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന പ്രക്രിയ. തീർത്തും പറഞ്ഞാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം, നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റ് ആയിട്ട്, വക്കീലായിട്ട് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു കേസ് നടക്കുമ്പോൾ നമ്മുടെ പക്ഷത്തുള്ള വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുവാൻ സ്വർഗത്തിലെ ദൈവം 2 അഡ്വക്കേറ്റിനെ ആക്കി വെച്ചിരിക്കുക. അതാ നമ്മൾ ഭാഗ്യശാലികൾ. നമ്മളത് അറിയുന്നില്ല. പലപ്പോഴും അറിയുന്നു, ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അറിയുന്നു, പിന്നെ മറന്നു പോകുന്നു. മറക്കരുത്, ഇന്നും വീഴാതെ നിൽക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും
രണ്ട് വിധത്തിൽപ്പെട്ട പക്ഷപാതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ചിന്ത. പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ചില തെറ്റിദ്ധാരണ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് മനോഹരമായ പക്ഷപാതം നടക്കുന്നു. അതാരെന്നറിയണ്ടേ? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീഴാതെ ദൈവം നമ്മെ നടത്തുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ. നമ്മൾ ഇതുവരെയും വീഴാത്തത് നമ്മുടെ കഴിവല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഇതുവരെയും വീഴാത്തത് മഹാദൈവത്തിന്റെ കരുണ. അതിന്റെ കാരണം സ്വർഗത്തിൽ മനോഹരമായ പക്ഷപാതം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ പക്ഷം പിടിച്ച് ദൈവത്തോട് ദൈവസന്നിധി നമുക്ക് വേണ്ടി വാദിക്കുന്നു. നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കുരുത്തക്കേടുകള്, ആ പദം ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട്, പല തെറ്റുകള്, പല അകൃത്യങ്ങള്, പല പാപങ്ങള്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് സഹിക്കുന്നില്ല. എന്താ കാര്യം? അവിടുന്ന് മഹാവിശുദ്ധനാണ്. അപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് ഇത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദൈവം കരം നീട്ടുവാൻ വേണ്ടി കരം ചലിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചങ്ക് പിളർന്ന് ചോര ചിന്തി നമ്മെ രക്ഷിച്ച വീണ്ടെടുപ്പുകാരൻ പിതാവിന്റെ സന്നിധിയിൽ പറയുന്നു, ഇല്ല പിതാവേ, ഒരിക്കൽ കൂടെ, ഒരു പ്രാവശ്യം കൂടെ എന്ന് പറഞ്ഞ് മധ്യസ്ഥത അണയ്ക്കുന്നത് കൊണ്ട് ഇന്നും നമ്മൾ നിലനിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഭൂമിയിലും നല്ലൊരു മധ്യസ്ഥൻ, നല്ലൊരു അഡ്വക്കേറ്റ്, അതാരെന്നറിയണ്ടേ? അതാണ് ത്രിത്വത്തിൽ മൂന്നാമൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ രണ്ടിടങ്ങളിലും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവാകുന്ന ദൈവവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും അനുഗ്രഹീതമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഭാഗ്യശാലികളാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ഭക്തന്മാരൊക്കെ പാടിയ പാട്ടുകളിൽ ചില ഈരടികളൊക്കെ നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? എന്താ കാര്യം? മറ്റു ജാതികളെ പോലെ നശിച്ച് നിർമൂലമായി പോകേണ്ട സന്ദർഭങ്ങൾ എത്രയോ കഴിഞ്ഞു. അതിലൊന്നും പെട്ടുപോകാതിരിക്കുവാനുള്ള കാരണം നമ്മൾ ഭാഗ്യശാലികളാണ്, ഒരു പ്രത്യേക ജാതിയാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോൾ ഈ മനോഹരമായ വസ്തു ഇരിക്കുന്നത് വിശുദ്ധ സ്ഥലത്താണ്. ഇത് പുരോഹിതന്മാർക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ധൂപപീഠം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു, യേശു ക്രിസ്തുവിന് നിഴലാണ്. ഓൾ റൈറ്റ്. ഇനി അഹരോൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ശുശ്രൂഷ ചെയ്തു പോകുന്നത്. അഹരോൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ ഫറവോന്റെ കീഴിൽ കിടന്ന മിസ്രൈമർക്കോ മറ്റു ജാതിക്കാർക്കോ ഒന്നുമല്ല അഹരോൻ ശുശ്രൂഷ ചെയ്തത്. അഹരോന്റെ ശുശ്രൂഷ തീർത്തും തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രം. ഓക്കെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും അങ്ങനെയാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യവും അതാണ് കേട്ടോ, മറക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മാത്രമാണ് പക്ഷപാതം ചെയ്യുന്നത്. ലോകത്തിലെ വേറെ ഒരൊറ്റ പാപിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നില്ല. അപ്പോ പാപിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പാപിയുടെ പാപ മോചനത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടിയുള്ള കവാടം തുറന്നിട്ട് തമ്പുരാൻ കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും ഒരു പാപി രക്ഷയിലേക്ക് വരുവാൻ രക്ഷയുടെ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുന്നു. കൃപയാൽ ആ രക്ഷയുടെ വാതിലൂടെ അകത്ത് പ്രവേശിച്ച് രക്ഷിക്കപ്പെട്ടവന് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഇതുമായി ബന്ധപ്പെട്ട്, ഈ ധൂപപീഠത്തിന്റെ ഉപയോഗം എന്താണ്? ധൂപപീഠത്തിന്റെ ഉപയോഗം എന്താണ്? ഈ ധൂപപീഠത്തിന്റെ ഉപയോഗവും ധൂപം കാട്ടുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ആരാണ്? ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട്, ധൂപം കാട്ടുവാനുള്ള അവകാശം ദൈവം അന്ന് കൊടുത്തത് അഹരോനും തൻ്റെ മക്കൾക്കുമാണ്, തൻ്റെ പുത്രന്മാർക്കുമാണ്. മനസ്സിലാവുന്ന ഞാനീ പറയുന്നത്? ധൂപം കാട്ടുവാനുള്ള അനുവാദം സ്വർഗത്തിലെ ദൈവം കൊടുത്തിരുന്നത് അഹരോനും തൻ്റെ പുത്രന്മാർക്കും മാത്രമാണ്. വേറെ ആർക്കും ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ പറ്റില്ല. അവർ മാത്രമേ ധൂപം കാട്ടാൻ പാടുള്ളൂ. തന്നെയുമല്ല,
ഈ ധൂപം കാട്ടുന്ന പുരോഹിതന്മാരും വ്യവസ്ഥകൾ പാലിക്കണം. ആരെങ്കിലും വ്യവസ്ഥ ലംഘിച്ചാൽ വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് നടപ്പിലാക്കിയിരുന്നത്. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിൽവാസം അല്ല, തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തൽക്ഷണം തമ്പുരാൻ ഛേദിച്ച് കളയും. നമുക്കറിയാം, അഹരോന്റെ 2 പുത്രന്മാര് അവര് ഈ സുഗന്ധ ധൂപവർഗം ദൈവത്തിന്റെ കൽപ്പന കൂടാതെ അവര് ഇതെടുത്ത് ദേവാലയത്തിൽ കൊണ്ട് അന്യാഗ്നി അർപ്പിച്ചപ്പോൾ തൽക്ഷണം യഹോവയുടെ സന്നിധി നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അഹരോന്റെ പുത്രന്മാര് എന്നുള്ള ഒരു പരിഗണന പോലും സ്വർഗത്തിലെ ദൈവം കൊടുത്തില്ല. എന്താ കാര്യം? കർത്താവിന്റെ സന്നിധിയിൽ അന്യാഗ്നിയുമായിട്ട് ചെന്നതിന്റെ പിന്നിൽ ദൈവം നടത്തിയ ശിക്ഷാ നടപടിക്രമം അല്ലെങ്കിൽ ദൈവം നടത്തിയ ന്യായവിധി. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചാലും ആരെന്ത് ചെയ്താലും ശിക്ഷ ഉറപ്പാണ്. ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഓക്കെ, എത്ര സംഭവങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ കൂടെ പഠിക്കുന്നു എന്നറിയാമോ? നിയമലംഘികൾ ആരായിരുന്നാലും ശിക്ഷ അതികഠിനമാണ്. അതിന്റെ ഉദാഹരണമാണ് വാസ്തവത്തിൽ അഹരോന്റെ പുത്രന്മാർ അന്യാഗ്നിയുമായി പോയപ്പോൾ കൊല്ലപ്പെട്ടത്. 2, മറ്റൊരു പ്രധാന പുരോഹിതനാണ് ഏലി. ഏലി എന്ന മഹാപുരോഹിതന്റെ 2 മക്കൾ അവർ നിയമം ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിട്ട് തൽക്കാലം ഒരു രക്ഷയ്ക്ക് വേണ്ടി നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് യുദ്ധകളത്തിൽ പോയി. എന്താ സംഭവിച്ചത്? നിയമപ്പെട്ടകം ശത്രുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് പോയി. ആ യുദ്ധക്കളത്തിൽ മഹാപുരോഹിതനായ ഏലിയുടെ 2 പുത്രന്മാരും ഹൊഫ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ആര് തെറ്റ് ചെയ്താലും ദൈവം മുഖപക്ഷം കൂടാതെ ശിക്ഷ നടത്തുന്നവനാണ്. ഇനിയും എത്ര സംഭവങ്ങൾ എന്നറിയണ്ടേ? നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആഗാനെ കാണുന്നുണ്ട്. ആഗാൻ ചെയ്ത തെറ്റ് നിമിത്തം അവനെയും അവന്റെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം ന്യായവിധിക്ക് പാത്രരാക്കി തീർത്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് 5-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, അനന്യാസ് സഫീറ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ രഹസ്യമായിട്ട് ചെയ്ത തെറ്റ് നിമിത്തം ദൈവം അവരെയും ശിക്ഷിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ദൈവാലയത്തിൽ കർത്തൃവേല ചെയ്യേണ്ട, ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ദൈവമക്കളായ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് നാം ദൈവമക്കൾ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ദൈവത്തെ അങ്ങേയറ്റം ഭയപ്പെട്ട് മുന്നോട്ട് പോകാത്ത പക്ഷം ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം. ഓക്കെ, അപ്പോൾ ഇത്രയും മനോഹരമായ ഈ ധൂപപീഠം, ഈ ധൂപപീഠത്തിൽ ശുശ്രൂഷിക്കുന്നത് അഹരോനും തൻ്റെ പുത്രന്മാരുമാണ്. ഇനി ഇതിനകത്ത് അർപ്പിക്കുന്ന മനോഹരമായ വസ്തുക്കളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പ്രധാനമായിട്ടും 4 വസ്തുക്കൾ, അതിനോടൊപ്പം ചേർത്ത് മറ്റൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ 4 വസ്തുക്കൾ എന്ന് പറയുമ്പോൾ, 1 നറുംപശ. രണ്ടാമതായിട്ട് ഒന്ന് വായിച്ചിട്ട് ഞാൻ അത് പറയാം, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 34 മുതൽ ഒന്ന് വായിച്ച്, 30-ന്റെ 34 മുതൽ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ച് പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാപന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം. അത് നിങ്ങൾക്ക് എത്ര വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നെന്ന് അറിയാമോ? ബാക്കിയുള്ള വേദഭാഗം നിങ്ങൾക്ക് പിന്നാലെ വായിക്കാം. അപ്പോൾ ഇവിടെ ഈ ധൂപപീഠത്തിൽ ഇടുന്ന സുഗന്ധ ധൂപവർഗത്തെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകം 30-ന്റെ 34 മുതൽ 38 വരെയുള്ള വേദഭാഗം. ഓൾ റൈറ്റ്, ഇത് കൽപ്പന ദൈവം കൊടുത്തത് അഹരോനാണ്, മോശ മുഖാന്തരം. പ്രധാനമായിട്ടും ഈ ധൂപവർഗത്തിൽ ചേരേണ്ട ചേരുവകൾ, അതിലൊന്നും നറുംപശ. ഇതൊരു വൃക്ഷത്തിന്റെ കറയാണ്. ഇത് നല്ല സുഗന്ധമുള്ള
വസ്തുക്കളെ തമ്മിൽ ഒട്ടിക്കുന്നതിന് പശയായിട്ടും ഉപയോഗിക്കുമായിരുന്നു. ഇത് ദൈവസ്നേഹത്തെയാണ് കാണിക്കുന്നത്, നറുംപശ. അപ്പോൾ ഇതൊരു വൃക്ഷത്തിന്റെ കറയാണ്. ഓൾ റൈറ്റ്, ഓക്കെ. രണ്ടാമത് നമ്മൾ കണ്ട സാധനം ഗുൽഗുലു. ഈ ഗുൽഗുലു എന്ന് പറയുന്നതും ഒരു സുഗന്ധവർഗമാണ്. ഇതൊരു ഔഷധം കൂടെയാണ്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രോഗികൾക്ക് സൗഖ്യത്തെ കൊടുക്കുന്നവനാണെന്നും അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ വസ്തുത കൂടെ തെളിയിക്കുന്ന ഒന്നാണ് ഈ മനോഹരമായ ഗുൽഗുലു നമ്മെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു സുഗന്ധവർഗമാണ്. നമ്മൾ ആദ്യം ചിന്തിച്ച അല്ലെങ്കിൽ ശ്രദ്ധിച്ച നറുംപശ അതൊരു വൃക്ഷത്തിന്റെ കറയാണ്, നല്ല സുഗന്ധമുള്ള വസ്തുവാണ്. ഗുൽഗുലു എന്ന് പറയുന്നത് ഒരു സുഗന്ധവർഗമാണ്. അപ്പോൾ തന്നെ ഇതൊരു ഔഷധമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഗുൽഗുലു ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ്. അതായത് ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. നദിയുടെ ഒരു ശാഖ പീശോനായിരുന്നു. അത് ഹവീല ദേശം ചുറ്റി ഒഴുകി. ആ നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒന്നാണ് ഗുൽഗുലു. ഓക്കെ. അപ്പോൾ ഏദേനിലെ നദി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെ സുഗന്ധമാണെന്നുള്ളതിന്റെ ഒരു ചെറിയ വിശദീകരണമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഹൽബാനപ്പശ എന്നാണ്. ഹൽബാനപ്പശ ഇതും ഒരു വൃക്ഷത്തിന്റെ കറയാണ് എന്നതിൽ കവിഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് വിശദീകരണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ദൈവജനം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് മഹാദൈവത്തിന് എപ്പോഴും സ്തുതിയും സ്തോത്രം അർപ്പിക്കണം എന്നുള്ള വസ്തുതയാണ് ഈ ഹൽബാനപ്പശ നമ്മെ കാണിക്കുന്നത്. ഓക്കെ. അടുത്തതായിട്ട് കാണുന്നത് നിർമ്മല സാമ്പ്രാണി എന്നാണ്. മലയാളത്തിൽ നിർമ്മല സാമ്പ്രാണി, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നിർമ്മലമായ കുന്തിരിക്കം എന്നാണ്. ഓൾ റൈറ്റ്. അപ്പോൾ യേശുക്രിസ്തുവിനെ നമസ്കരിക്കുവാൻ വേണ്ടി വന്ന 3 വിദ്വാൻമാരെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നല്ലോ. അവർ കൊണ്ടുവന്ന വിലപ്പെട്ട വസ്തുക്കളുണ്ട്, പൊന്ന്, മുറു, കുന്തിരിക്കം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിർമ്മല സാമ്പ്രാണി എന്ന് പറയുന്നത് അത്രയും മനോഹരമായ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് നിർമ്മല സാമ്പ്രാണി എന്നറിയപ്പെടുന്ന കുന്തിരിക്കം. ഈ പറയപ്പെട്ട വസ്തുക്കൾ ഒരേ അളവിൽ ഒരേ തൂക്കത്തിൽ എടുത്ത് പൊടിച്ച് പൗഡറാക്കി ഇതിനെ ഒരുമിച്ച് സംയോജിപ്പിക്കണം. ഓക്കെ. സംയോജിപ്പിച്ചതിന് ശേഷം അതിൽ ചേർക്കേണ്ട മറ്റൊരു വസ്തുവാണ് ഉപ്പ്. മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് ഈ ഉപ്പ് ഇവിടെ ചേർക്കാൻ കാരണം? ഉപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലിവിടെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട 2 പ്രധാനപ്പെട്ട വസ്തുതകൾ. ഒന്ന്, ഉപ്പ് കേട് കൂടാതെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇകത്തിലായിരുന്നപ്പോൾ നമ്മെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളിലും ഒന്ന്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്ന് കൊണ്ട് രസം വരുത്താമെന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിയണം, നമ്മെ ദൈവം ഭൂമിയുടെ ഉപ്പാക്കിയിരിക്കുന്നു. ഉപ്പിന്റെ 2 സവിശേഷതകൾ പ്രധാനപ്പെട്ടത്. ഒന്ന്, കേട് കൂടാതെ സൂക്ഷിക്കുന്നു. നമ്മൾ വിശ്വാസികളാണ്, ദൈവമക്കളാണ്, കർത്തൃദാസി ദാസന്മാരാണ്. നമ്മൾ മനസ്സിലാക്കണം, നാം മുഖാന്തരം ആരും കേടാകരുത്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ ഒരു കാരണത്താലും കേട് പറ്റാതെ സൂക്ഷിച്ചോളണം. നമ്മെ ദൈവം ഭൂമിയുടെ ഉപ്പാക്കി തീർത്തിരിക്കുകയാണ്. ഉപ്പിന്റെ പ്രധാന ഉപയോഗം കേട് കൂടാതെ സൂക്ഷിക്കുക. രണ്ടാമത്തെ ഉപ്പിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത, ഉപ്പിനുള്ള രണ്ടാമത്തെ സവിശേഷത, ഇത് രണ്ടും ഇന്ന് ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ സവിശേഷത, ഉപ്പിന്റെ ഒരു പ്രത്യേകത രുചിപ്പിക്കുന്നു. രുചിപ്പിക്കുക അല്ലെങ്കിൽ ടേസ്റ്റ് ഉളവാക്കുക. ഏത് കറിയും ഇഷ്ടാനുസരണം കഴിക്കണമെങ്കിൽ അതിന് മിതമായ ഉപ്പ് വേണം. അതാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ കറി വെച്ചതിന് ശേഷം പുറത്ത് തീൻമേശയിൽ സാധനം കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് അടുപ്പത്ത് തന്നെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടപ്പ് പെതിയെ മാറ്റി തവിയെടുത്ത് അതിനകത്തോട്ടിട്ട് ഇടത്തെ കയ്യിൽ ലേശം കൊണ്ടൊരു വെട്ടി വെച്ചിട്ട് ഒരു പിടിപ്പീരുണ്ട്. അതിന് ഫോർ ടേസ്റ്റിംഗ് എന്നാണ് സാധാരണ പറയുന്ന ഒരു പദപ്രയോഗം. ഫോർ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി രുചിക്കുക. അപ്പോൾ എല്ലാം കണക്ക് ശരിയാണോ? പ്രത്യേകിച്ച് ഉപ്പ് ക്ലിയർ ആണോ? ഉപ്പ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല.
ഉപ്പിന്റെ പ്രത്യേകത രുചിപ്പിക്കുക. ദൈവമക്കളായ നമ്മെ കർത്താവ് ഭൂമിയുടെ ഉപ്പാക്കി തീർത്തിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വസ്തുത ഒന്ന്, കേടുകൂടാതെ നമുക്ക് തന്നെ കേടുവരാൻ പാടില്ല, നാം മുഖാന്തരം മറ്റാർക്കും കേടുവരാൻ പാടില്ല. കേടുവരാതെ സൂക്ഷിക്കുവാൻ ദൈവം ഭൂമിയുടെ ഉപ്പാക്കി തീർത്തിരിക്കുന്നു. രണ്ട്, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. കർത്തൃസന്നിധിയിൽ വന്ന് മുട്ടുകുത്തുമ്പോഴത്തേക്കും ചടി ചടന്ന് നമ്മുടെ ശലോമോന്റെ ദേവാലയത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ആ താമ്രത്തൊട്ടിയിലുള്ള വെള്ളം കാളയുടെ വായിലൂടെ ചാടി ചടന്ന് പുറപ്പെടും പോലെ അന്യഭാഷയുടെ പൂരവും ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വേറെ അസ്തോദ്യ ഭാഷയൊന്നും കയറി വരാൻ പാടില്ല. അങ്ങനെ വരത്തില്ല, വരാൻ പാടില്ല. ഒരു കാരണത്താൽ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. ഓൾ റൈറ്റ്. അപ്പോൾ ഈ 4 മനോഹരമായ വസ്തുവിനോടൊപ്പം ചേർത്ത ഈ ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ വസ്തുവിനെയാണ് എവിടെ കൊണ്ടിടുന്നതെന്ന് അറിയാമോ? സമയമാകുമ്പോൾ ആ ധൂപകലശത്തിൽ ധൂപം കാട്ടുന്ന സന്ദർഭത്തിൽ അതിനകത്തുള്ള തീക്കനലിൽ ഈ ധൂപം, അതായത് ധൂപവർഗം അങ്ങോട്ട് വാരി ഇടുമ്പോൾ തീയിൽ ചെന്ന് വീഴുന്ന മാത്രയിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത വിധം സുഗന്ധം കൊണ്ട് നിറയും. എത്ര മനോഹരം! പ്രാഹാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്താൽ നമുക്ക് കിട്ടിയ ഭാഗ്യം. എത്ര മനോഹരമായ ഒരു പദവി! പ്രിയരെ, ഇന്ന് നമ്മൾ കർത്തൃസന്നിധിയിലായിരുന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ ക്രൈസ്തവ ജീവിതവും കർത്താവിന്റെ സന്നിധിയിൽ എത്ര സൗരഭ്യമെന്നറിയാമോ, എത്ര സുഗന്ധമെന്നറിയാമോ. ഈ സുഗന്ധം മുഖാന്തരം അനേക വ്യക്തികൾ തീർത്തും ആകർഷണീയമായി നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം മുഖാന്തരം വരട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ധൂപവർഗത്തെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു? നമുക്ക് 1-2 വേദവാക്യങ്ങളുടെ സഹായത്തോടു കൂടെ മുന്നോട്ട് നീങ്ങാം. എടുക്കൂ 141 സങ്കീർത്തനം 2 വാക്യം. എന്താണ് വാസ്തവത്തിൽ ഈ ധൂപവർഗം? ഒന്ന് വായിച്ചേ. 141 2 വാക്യം. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും. അടുത്ത്, എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എന്നാണ്. ആമേൻ. ഒന്നും കൂടെ വാക്യം വായിച്ച പ്രാരംഭഭാഗം മാത്രം. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും. മതി. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും. ഈ ധൂപവർഗം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ആരാധന ജീവിതത്തെ കാണിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം പോലും പ്രാർത്ഥന മുടക്കാൻ പാടില്ല. ഓൾ റൈറ്റ്. ഇസ്രായേൽ മക്കൾക്ക് അനുദിനവും പ്രധാനമായിട്ട് 2 യാഗം, 1 പ്രഭാതയാഗം, 2 സന്ധ്യായാഗം. മനസ്സിലാക്കുന്നുണ്ടോ? അത് കറക്റ്റായിട്ട് നടക്കും. സന്ധ്യായാഗവും പ്രഭാതയാഗവും. അത് ദൈവമക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തില് 2 യാഗങ്ങളാണ്. പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ കടമകൾ ചെയ്യുന്നതിന് മുന്നോടിയായി പ്രഭാതത്തിൽ ഒരു രാത്രി മുഴുവനും പരിപാലിച്ച മഹാദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് പ്രഭാതയാഗമാകുന്ന മനോഹരമായ പ്രഭാത പ്രാർത്ഥന. നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് സമ്മാനിച്ചിട്ടാ പോയത്. കണ്ടോ? സങ്കീർത്തനങ്ങളെ ആസ്വദീകരിച്ച്, തിരുവെഴുത്തുകളെ ആസ്വദീകരിച്ച് എത്ര മനോഹരമായ പ്രഭാത ഗീതങ്ങള്. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും. കണ്ടോ? മനോഹരമായ ഗാനമാണ്, പ്രഭാതത്തിൽ പാടുവാനുള്ളതാണ്. ഇനി ഏത് പാട്ട് പാടിയാലും കുഴപ്പമില്ല, ആരും വന്നൊന്നും ചോദിക്കത്തില്ല. എങ്കിലും ഏകദേശം പ്രഭാതത്തിൽ എത്ര പാട്ട് പാടിയാലും പ്രഭാത വേളയ്ക്ക് യോഗ്യമായ ഒരു ഗാനം കൂടെ പാടി ദൈവത്തെ സ്തുതിക്കുന്നത് അതൊരു സന്തോഷമാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ കടമകൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. പകലന്തിയോളം ഡ്യൂട്ടികളിലും അധ്വാനങ്ങളിലും ബിസിനസ്സുകളിലും ഇതര പ്രവൃത്തികളിലുമെല്ലാം ഏർപ്പെട്ടിട്ട് തിരിച്ച് ഭവനത്തിൽ വന്ന് കയറി ആ ഒരു ദിവസത്തിന്റെ പകൽ മുഴുവനും അന്തിയോളം കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച മഹാദൈവത്തിന് മടങ്ങി വന്ന് മുട്ടുമടക്കി
സന്ധ്യയ്ക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാണ് സന്ധ്യായാഗം. ഇങ്ങനെ രാവെന്നും പകലെന്നും വ്യത്യാസം കൂടാതെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവത്തെ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വമാണ് പാട്ടും പ്രാർത്ഥനയും. ഓൾ റൈറ്റ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ധൂപം പ്രാർത്ഥന എന്നാണ്. അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓടി വരാം. വെളിപ്പാട് പുസ്തകം 5:8 ആദ്യം വായിക്കണം. അത് കഴിഞ്ഞിട്ട് 8:3-4 ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5:8. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. കണ്ടോ? അവിടെ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ് എന്താണ് ഈ ധൂപം എന്ന്. ഇനി അടുത്ത് വായിച്ചേ 8:3-4. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. കണ്ടോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്ത് ധൂപവർഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്കുള്ളതാണ്. വിശുദ്ധൻ എന്ന പദവിയിൽ ഒരു വ്യക്തി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. ഈ ധൂപപീഠത്തെ കുറിച്ച് 1-2 വ്യത്യാസങ്ങളും സാമ്യങ്ങളും നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അതിന് മുന്നോടിയായിട്ട് പ്രാർത്ഥന എന്നുള്ള ആ ഗൗരവമേറിയ വിഷയം നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാകുന്നോ? അപ്പോൾ ഇവിടെ ധൂപവർഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. നമ്മൾ നേരത്തെ വായിച്ചല്ലോ 5:8 അവിടെ കൊടുത്തിരിക്കുന്നു. 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ വീണു എന്നാണ്. ഓൾ റൈറ്റ്. അതുപോലെ തന്നെ 8:3-4 വാക്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു എന്നാണ്. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന. അപ്പോൾ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം, പ്രാർത്ഥിച്ചേ മതിയാവൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന കൂടാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ തീർത്തും അരാജകത്വമാണ്, പരാജയമാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാമല്ലോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശങ്ങളാണ്. പ്രധാനപ്പെട്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിരിക്കാം, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അതിലൊന്ന് മാനസാന്തരം, 2 വിശ്വാസ സ്നാനം, 3 പരിശുദ്ധാത്മ സ്നാനം, 4 വേർപാട്, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക, വേർപാട്, 5 അപ്പോസ്തോലിക ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, 6 അപ്പം നുറുക്ക് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കണം, 7 പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നാണ്. കണ്ടോ? അടിസ്ഥാന ഉപദേശത്തിൽ പോലും വളരെ ഗൗരവമേറിയതും പ്രാധാന്യം അറിയിക്കുന്നതുമാണ് പ്രാർത്ഥന. അതാണ് നമ്മളിവിടെ കണ്ടത്. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം. അപ്പോൾ ഈ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി ഉപ്പും കൂടെ ചേർത്തുണ്ടാക്കിയ ഈ ധൂപവർഗം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെയും ആരാധനയെയും ഇത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും വിശുദ്ധന്മാർക്കുള്ളതാണ്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 നേരം പ്രാർത്ഥന നടത്തിയ വിശുദ്ധന്മാരെയും ആ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഒന്ന് ദാനിയേൽ ദിവസവും 3 വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് പതിവ് പോലെ. മറ്റൊരു കഥാപാത്രമാണ് ദാവീദും കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും ദിവസം 3 നേരം പ്രാർത്ഥിച്ചു എന്നാണ് തിരുവെഴുത്തിൽ കാണുന്നത്. പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. നമുക്കെല്ലാം ഉണ്ടെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവം ഇല്ലാത്ത പക്ഷം നമ്മുടെ ക്രൈസ്തവ ജീവിതം വിജയകരമായി നടത്താൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ, വിശുദ്ധ ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഓൾ റൈറ്റ്. അതിനൊരു തെളിവ് നിങ്ങൾക്ക് നൽകാം. എഫേസ്യ ലേഖനം 6:18 ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 6:18.
സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. സെന്റ് പോൾ പൗലൂസ് കൊടുത്തിരിക്കുന്ന ഒരു ഭയങ്കരപ്പെട്ട നിർദ്ദേശമാണ്. സകല പ്രാർത്ഥനയാലും എന്നാണ്. സകല പ്രാർത്ഥനയാലും. ഓൾറൈറ്റ്, ഓൾ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ, സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കുന്നതാണ്. എന്താ വാക്കിനർത്ഥം? സ്ഥിരത. ചിലർ ആവശ്യത്തോടെ ഇന്ന് പ്രാർത്ഥിക്കും, നാളെ ചിലപ്പോൾ ഇത്രയും പവർഫുൾ ആയ പ്രാർത്ഥന കാണത്തില്ല, അതിന്റെ അടുത്ത ദിവസം അത്രയും കാണത്തില്ല, നാലാമത്തെ ദിവസം ആകുമ്പോൾ പ്രാർത്ഥനയെ കാണത്തില്ല. സംഭവം സ്ഥിരതയില്ല. ഓക്കെ, അപ്പോൾ ആ സ്ഥിരത എന്നുള്ള പദം മറന്നു പോരുത്. ഇന്ന് പ്രാർത്ഥിച്ചതുപോലെ നാളെ, ഇന്നത്തെ ദിവസം നമുക്ക് തന്നെങ്കിൽ ഇതുപോലെ നാളെ ഒരു ദിവസം കാണാൻ ഭാഗ്യം നൽകിയാൽ, ഇന്ന് ഈ ദിവസം കാണുവാൻ ഭാഗ്യം നൽകിയ ദൈവമാണ് അടുത്തൊരു പുതിയ ദിവസം കൂടെ കാണാൻ ദൈവം ഭാഗ്യം നൽകിയത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയിൽ സ്ഥിരത. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു വലിയ ഹിസ്റ്ററി കിടപ്പുണ്ട് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ പ്രാരംഭം. പൗലൂസും തന്റെ സന്തത സഹചാരിയായ അനുചരനായ ശീലാസും രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഒരു സഹോദരി വെളിപ്പാട് കൊണ്ട് എഴുന്നേറ്റത്. ആ സഹോദരിയെ കുറിച്ച് കാണുന്നത് വെളിച്ചപ്പാടത്തി എന്നാണ്. വെളിച്ചപ്പാടത്തി നാട്ടുകാരെല്ലാം ഭയങ്കര പേരും കൊടുത്തു വെച്ചിരുന്നു. പക്ഷെങ്കിൽ പൗലൂസും ശീലാസും അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം വരെ വെളിപ്പാട് പറഞ്ഞുകൊണ്ട് നടന്ന ഈ വെളിച്ചപ്പാടത്തി, ഈ പുള്ളിക്കാരത്തി, ദൈവദാസന്മാരെ കണ്ടപ്പോഴും അതേ ശുശ്രൂഷ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ചീറ്റിപ്പോയി. എന്താ ചീറ്റാൻ കാര്യം? അവർ പറഞ്ഞ ദൂതൊക്കെ ഭയങ്കര ദൂതാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ പിന്നെ പുരുഷന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ. അപ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാര് പറഞ്ഞത് കൃത്യമാണ്. ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗമാണ് അറിയിക്കുന്നത്. പക്ഷേ പൗലൂസിനൊരു പ്രത്യേകതയുണ്ട്. ആരെ കണ്ടാലും ഏത് സ്ഥലത്ത് വെച്ച് കാണേണ്ടി വന്നാലും ആ വ്യക്തിയെ വളരെ വ്യക്തമായി വിവേചിക്കുവാനുള്ള ഒരു വിവേചനാത്മാവ് പൗലൂസിനുണ്ടായിരുന്നു. കൃപാവരങ്ങൾ 9 ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിന്റെ പേരാണ് ആത്മാക്കളുടെ വിവേചനം. അത് നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ ആരെ കണ്ടാലും ഉടനെ 2 കൈ കൊടുത്ത് സ്വോത്രം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു വിശുദ്ധ ചുംബനം കൊടുത്ത് നമ്മളെ നേരെ പിടിച്ചുകൊണ്ട് കൂടാരത്തിൽ പോകരുത്. ചിലപ്പോൾ കൂടാരത്തെ പൊളിച്ചു കളയും. ആ ചങ്ങാതി ആരാണ്? ആത്മീകനാണോ? ജീവിതമുണ്ടോ? ഉപദേശമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുവാൻ വിവേചനാത്മാവ് വേണം. വിവേചിച്ച് തിരിച്ചറിയണം. ഓൾറൈറ്റ്, പൗലോസ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി ഇവൾ ആരാണ്, അകത്തിരിക്കുന്ന സാധനം ഏതാണെന്ന്. മുഷിഞ്ഞൊന്ന് നോക്കി അവളുടെ ഭൂതത്തെ ശാസിച്ചു. ഭൂതം വിട്ടു മാറി. പക്ഷെ അത് നിമിത്തം ആ നാട്ടിലെ പട്ടണവാസികൾക്കുള്ള വരുമാന മാർഗം അങ്ങ് നിന്നുപോയി. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. പൗലൂസിന്റെ സ്ഥാനത്ത് ഇന്നത്തെ ഏതെങ്കിലും ഉപദേശിയായിരുന്നെങ്കിൽ, എല്ലാ ഉപദേശിമാരും അല്ല, സാധാരണ ഏതെങ്കിലും ഒരു ഉപദേശിയായിരുന്നു ഇങ്ങനെ ഒരു ദൂത് കേട്ടെങ്കിൽ, സത്യത്തിൽ ദൂത് കറക്റ്റ് അല്ലേ? കറക്റ്റാ. ഇത് കേട്ട ഉടനെ ആ സഹോദരിയും കൂടെ ആ സംഘത്തിൽ ചേർത്തിട്ട് നേരെ സെൻട്രൽ പാസ്റ്റർ അടുത്ത് പോകും. പാസ്റ്റർ ജി, ഇനി ഇതുപോലെ ഒരു സിസ്റ്റർ നമുക്ക് ചരിത്രത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ വിമൻ ഫെലോഷിപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി നിയമിക്കണമെന്ന് പറയും. നിയമിക്കുകയും ചെയ്യും. അകത്തിരിക്കുന്ന ഭൂതം. അപ്പൊ അങ്ങനെ നിയമിച്ച നാളുകൾ ചിലത് കഴിയുമ്പോൾ ആ പ്രസ്ഥാനത്തെ വരെ നശിപ്പിക്കും. കാരണം അകത്തിരിക്കുന്ന സാധനം വേറെ. അതുകൊണ്ട് കാണുന്നവരെ കേൾക്കുന്നവരെയൊക്കെ കൈ കൊടുത്ത് കൂടാരത്തിൽ ക്ഷണിക്കരുത്. ക്ഷണിക്കുന്നതിന് മുമ്പ് സാധനം ഏതാണ് അകത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ? ആള് വിശുദ്ധനാണോ അല്ല വിശുദ്ധന്റെ വേഷം ധരിച്ച കഥാപാത്രമാണോ എന്ന് തിരിച്ചറിയണം. ഓൾറൈറ്റ്, അതൊക്കെ വളരെ വിശാലമായി പഠിപ്പിക്കേണ്ടതാണ്. ഈ സമയത്ത് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ശ്രദ്ധിക്കൂ, ഇവിടെ പ്രാർത്ഥനയുടെ സ്ഥിരത, അതാണ് ഞാൻ പറയാൻ വേണ്ടി ഈ ഭാഗം തൊട്ടത്. പൗലൂസും ശീലാസിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടിയാ പുറപ്പെട്ടെ. പക്ഷെ പ്രാർത്ഥിപ്പാൻ പറ്റിയില്ല. എന്താ കാര്യം? യാത്രാ മധ്യ വെച്ച് ഒരു ശുശ്രൂഷ സംഭവിച്ചു, വിടുതലിന്റെ ശുശ്രൂഷ. അത് നടന്നപ്പോൾ കിട്ടിയത് എന്തുവാ? കാരാഗ്രഹവാസം. ഇവരെ രണ്ടുപേരെയും പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് പട്ടണത്തിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തി ഇവരെ അന്ന് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. ജയിലിൽ കൊണ്ടിട്ടു. ശരീരം ആസകലം മുറിവ. അവരെ വളരെ മർദ്ദിച്ചു. അവരെ മുറിവേറ്റു. മുറിവ് ശരീരത്തിൽ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണ്.
പക്ഷെ അവർക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആ സ്ഥിരത എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ജയിലില് അവരെ കൊണ്ടിട്ടു, അകത്തെ സെല്ലിൽ കൊണ്ടിട്ടു, അവരുടെ കാലുകൾ ആമത്തിലിട്ടു. എന്താ സംഭവിച്ചത്? അർദ്ധരാത്രിയായപ്പോൾ എല്ലാം ശാന്തമായി, സർവ്വതും ശാന്തമായി. കൂടെയുള്ള തടവുകാരൊക്കെ ഉറങ്ങാൻ തുടങ്ങി. ജയിൽ സൂപ്രണ്ട്, മറ്റിതര ഉദ്യോഗസ്ഥന്മാരെ അവരും വിശ്രമത്തിന് വേണ്ടി സമയം കണ്ടെത്തി. അങ്ങനെ എല്ലാം ശാന്തമായപ്പോൾ പൗലോസും ശീലാസും പതിയെ അങ്ങോട്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി അങ്ങോട്ട് സ്തുതിച്ചു. അന്ന് രാത്രി അവിടെ നടന്ന അസാമാന്യമായ വീര്യപ്രവൃത്തികൾ നിങ്ങൾ 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി ശാന്തമായി വായിക്കണം. സ്വർഗത്തിലെ ദൈവം ഒരു ഭൂകമ്പത്തെ അയച്ചു. കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി, കാരാഗ്രഹത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു. അവിടെ ബന്ധിച്ചിരുന്ന കാരാഗ്രഹവാസികള് അവരുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു മാറി. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും കാരാഗ്രഹ പ്രമാണി ഓർത്തു, പിന്നെ തടവുകാരെല്ലാം ചാടിപ്പോയെന്ന്. ഇനി ആരെങ്കിലും ഒരുത്തൻ ചാടിപ്പോയി കഴിഞ്ഞാൽ ശിക്ഷയെന്ന് പറയുന്നത് മരണശിക്ഷയാണ്. അവരെന്നെ വെട്ടിക്കൊല്ലുന്നതിനേക്കാളും ഞാൻ തന്നെ അങ്ങ് ചത്തുകളയാന്ന് പറഞ്ഞ് ജയിൽ സൂപ്രണ്ട്, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, കാരാഗ്രഹ പ്രമാണി, അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുന്നു, അരുത്, നിനക്ക് തന്നെ ദോഷം ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ മരണത്തിൽ നിന്ന് പൗലോസ് രക്ഷപ്പെടുത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്ന പൗലോസും ശീലാസും ചങ്ങലയ്ക്ക് അടിമപ്പെട്ട്, അതായത് കാലുകൾ ആമത്തിലിട്ട് ജയിലിനകത്ത് അകത്തെ സെല്ലിലിട്ടിട്ട് അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചെങ്കിൽ ഇതിന്റെ പേരാണ് സ്ഥിരത. ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ കർത്തവ്യം ചെയ്യേണ്ട സമയത്ത് ജയിലായാലും ചെയ്യണം. ആ ജയിലിൽ കിടന്ന് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒറ്റ രാത്രി കൊണ്ട്, നിങ്ങൾ ആ ഭാഗം വായിക്കണം, ഒറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. സാധാരണ ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഒരു സഭ സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇന്ന് ചില ആളുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്, അത് വേറൊരു ട്രിക്കാ. പല സഭയിലും പോകുന്ന പുള്ളികളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെയൊക്കെ പിന്നെ തട്ടിക്കൊട്ടി വളച്ചൊടിച്ചെടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ടുവച്ച് കൊട്ടുക, അതൊക്കെ നടക്കും. അത് സഭാസ്ഥാപനമല്ല, അതിന്റെ പേര് ആട് മോഷണമെന്ന് പറയാം. ഓൾ റൈറ്റ്, അതല്ല സഭാസ്ഥാപനം. പാപികളായിരിക്കുന്ന വ്യക്തികളോട് സുവിശേഷം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കൊണ്ടുവരണം, അതാണ് വാസ്തവത്തിലുള്ള സുവിശേഷ വേല. എനിവേ, പൗലൂസും ശീലാസും ഒറ്റ ദിവസം കൊണ്ട് ഒരു കുടുംബത്തെയും അവരോടൊപ്പം പലരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുള്ള കാരണം പ്രാർത്ഥനയിലുള്ള സ്ഥിരത എന്നതാണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് പൗലൂസ് പറയുന്നു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പാൻ. ഓക്കെ, അപ്പോൾ ഈ ധൂപവർഗം എന്തോന്നിനെ കാണിക്കുന്നു എന്നുള്ള ആ സത്യം തിരുവഴുത്തിന്റെ സഹായത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കി. ഈ ധൂപവർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. രക്ഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ച് യേശുവിനോടുകൂടെ പറ്റിച്ചേർന്ന് വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന പുരോഹിതന്മാരെ വാസം ചെയ്യേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ കർത്തൃ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ നമ്മെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരാധനയും പ്രാർത്ഥനയും അങ്ങേയറ്റം നിർബന്ധമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ടതാണ്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് മണിക്കൂറുകൾ പഠിപ്പിക്കാൻ സാധിക്കും, പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കാൻ സാധിക്കും, പക്ഷെ പ്രാർത്ഥിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രസംഗിക്കുന്നത് ആർക്കും പ്രസംഗിക്കാം, പഠിപ്പിക്കുന്നത് ആർക്കും പഠിപ്പിക്കാം, പറയുന്നത് ആർക്കും പറയാം. എന്നാൽ അതിനേക്കാളപ്പുറം പ്രാവർത്തികമാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് എടുത്താലും അതിലുപരി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്ത പക്ഷം ഈ ക്ലാസ് കൊണ്ട് ഒരു ഗുണവുമില്ല. ഞാനെപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് വചനം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചാലും എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ എനിക്ക് ദൈവത്തോടുള്ള അടുപ്പം നഷ്ടപ്പെടുകയാണ്. ഓൾറൈറ്റ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനെല്ലാം പ്രാർത്ഥിക്കണം. നമ്മളിവിടെ ഒന്നാമതായി വായിച്ച വാക്യമാണ്, സകല പ്രാർത്ഥനയാലും എന്ന് തുടങ്ങിയത്. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൽ എവിടെയെല്ലാം ദൈവമായ കർത്തവ് വേലയിലായിരിക്കുന്നുണ്ടോ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. തീർന്നില്ല. 2, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അതുകൊണ്ട് ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3,
വചനം പ്രസംഗിക്കുമ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വചനം പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നാണ്. 4, പ്രാഗൽഭ്യത്തോട് പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കണം. പ്രാഗൽഭ്യത്തോട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും പ്രസംഗിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രാർത്ഥനയാണ് അനിവാര്യം. നിങ്ങൾക്കറിയാമോ, ഇംഗ്ലണ്ടുകാരനായ CH സ്പർജൻ, ചാൾസ് ഹെറാൾഡ് സ്പർജൻ, അദ്ദേഹത്തെ കുറിച്ച് ഇന്നും അറിയപ്പെടുന്നത്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. പ്രസംഗികളുടെ പ്രഭു എന്നാണ്. പ്രസംഗികളുടെ പ്രഭു. ആ മനുഷ്യൻ പ്രസംഗികളുടെ പ്രഭുവായി തീരുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? ചുമ്മാ ഒരു പേര് കിട്ടിയതല്ല, അങ്ങനെ ഒരു പേരോ ഡിഗ്രിയോ സമ്പാദിച്ചതല്ല. ആ മനുഷ്യന്റെ പ്രസംഗത്തിൽ അസാമാന്യമായ വീര്യപ്രവൃത്തികൾ സംഭവിക്കുമെന്നാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൃസാക്ഷികൾ. എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സൂര്യൻ ശക്തമായി പ്രകാശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇടിവെട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അനേക പാപികൾ അലറി വിളിച്ച് കരഞ്ഞ് അനുതാപത്തോടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടും. ഈ പറയപ്പെട്ട അസാമാന്യമായ സംഭവങ്ങൾ ഈ ദൈവമനുഷ്യനായ സ്പർജന്റെ പ്രസംഗത്തിൽ സംഭവിക്കാറുണ്ട്. ഇത് കണ്ടുകൊണ്ടുന്ന ഒരു ഉപദേശി പ്രസംഗാനന്തരം സ്പർജന്റെ അരികത്ത് പോയി ചോദിച്ചു, സ്പർജൻ, താങ്കളുടെ പ്രസംഗത്തിൽ ഇന്നത് വരെ മറ്റാരിലും കാണാത്ത ഒരുപാട് പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം എന്ന് പറഞ്ഞു തരാമോ? എന്തോ ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ചോദിച്ചു, എന്താ വിഷയം? താങ്കൾ പ്രസംഗിക്കുമ്പോൾ ഇടിവെട്ടുന്നു, മിന്നലുണ്ടാകുന്നു. താങ്കൾ പ്രസംഗിക്കുമ്പോൾ ഭൂമി കുലുക്കം പോലെ തോന്നുന്നു. സൂര്യൻ ശക്തമായി പ്രകാശിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. താങ്കളുടെ പ്രസംഗത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. താങ്കളുടെ പ്രസംഗത്തിൽ പാപികൾ അലറി വിളിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു തന്ത്രമുണ്ട്, ഒരു മന്ത്രമുണ്ട്, ഒന്ന് പറഞ്ഞു തരണം. സ്പർജൻ ആ മനുഷ്യനെ കൂടെ ചേർത്ത് പിടിച്ചു തന്റെ പ്രയർ ടവറിലേക്ക് കൊണ്ടുപോയി. പ്രയർ ടവറിന്റെ കവാടം തുറന്ന് അകത്ത് കയറിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കാണുന്നേ? ആ പ്രയർ ടവറെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, താങ്കൾ എന്താ കാണുന്നത്, എന്താ കണ്ടത്? കൂടെ വന്ന ഉപദേശി പറഞ്ഞത് കേൾക്കണം, കൂടെ വന്ന സായിപ്പ് നമ്മുടെ സ്പർജനോട് പറഞ്ഞത് കേൾക്കണം. ഞാൻ 100 കണക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ വിശ്വാസികളായ ദൈവമക്കൾ നെടുമുട്ടിൽ നിന്ന് കരങ്ങളെ മലർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സ്വരമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ദൈവദാസനെ കരങ്ങൾ എടുക്കണമേ, ഉപയോഗിക്കണമേ, കൂടെ ഇരിക്കണമേ, പ്രവർത്തിക്കണമേ എന്നൊക്കെയുള്ള സ്വരങ്ങളാ കേട്ടത്. അപ്പോഴാണ് സ്പർജൻ പറഞ്ഞത്, ഇതാണ് ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ലൈഫ് ആൻഡ് മിനിസ്ട്രി. ഇതാണ് എൻ്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെ രഹസ്യമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് എത്ര മണിക്കൂർ വേണം പ്രസംഗിക്കാം, അതിനെക്കുറിച്ച് പുസ്തകം എഴുതാം. പക്ഷെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ദൈവമായുള്ള ബന്ധം പുലർത്തി വിജയകരമായ ജീവിതം നയിപ്പാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്, അതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. തീർന്നില്ല. 5, ദിനംപ്രതി ആവശ്യമുള്ള ആഹാരത്തിനായി പ്രാർത്ഥിക്കണം. അത് യേശു പഠിപ്പിച്ചതാണ്. ലൂക്കോസിലും മത്തായിലും ഉണ്ട്. 6, ദുഷ്ടനിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് വിധേന ഒരു ദൈവവേദന തകർക്കാൻ വേണ്ടിയാണ് ദുഷ്ടൻ ജീവിക്കുന്നത്, ദുഷ്ടൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ദുഷ്ടനിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 7, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ എന്നാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. ഓക്കെ. 8, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 9, ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്ക് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. 10, കഷ്ടതയിൽ നിന്നും ദൈവദാസന്മാരെ വിടുവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. 11, ഭരണകർത്താക്കൾ സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. ഏറ്റവും ഒടുവിലായി 12, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു 12 ലിസ്റ്റാണ് ഇവിടെ ഇട്ടത്. ഇതിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ എത്ര കാര്യങ്ങൾ കയറി വരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി
മണിക്കൂറുകൾ ചെലവിടുവാൻ കഴിയും. കാരണം എണ്ണമറ്റ വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് കൂടാതെ നമ്മുടെ സഭയിലുള്ള വിഷയങ്ങൾ, കൂട്ടുവിശ്വാസിക്കുള്ള വിഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ, മരുമക്കളുടെ, കൊച്ചുമക്കളുടെ ഒക്കെ വിഷയങ്ങൾ ഒക്കെ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ പൈതൽ ഒരു ദിവസം കുറഞ്ഞ പക്ഷെ 2.5 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. അത് ഒരു ദിവസത്തിന്റെ ദശാംശമാണ്. അത്രയെങ്കിലും പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ഓൾറൈറ്റ്. അങ്ങനെ പ്രാർത്ഥന കൂടാതെ നമുക്ക് വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ പറ്റത്തില്ല. പ്രാർത്ഥന കൂടാതെ ജീവിക്കാം, ഒരു തടസ്സവുമില്ല. പക്ഷെ പ്രാർത്ഥന കൂടാതെ ഒരു വിജയകരമായ ജീവിതം നയിപ്പാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറുപടി കിട്ടുന്ന പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥന എന്ന് കേട്ടാൽ മാത്രം പോരല്ലോ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന കാരണങ്ങൾ, മറുപടി കിട്ടുന്ന പ്രാർത്ഥന. ഒന്ന്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നമ്മൾ തിരുവഴുത്തിൽ അങ്ങനെയാണ് കാണുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, മറുപടി കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസം, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ഓക്കെ. രണ്ടാമതായിട്ട് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയിൽ ശ്രദ്ധ വേണം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർത്തും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഓൾറൈറ്റ്. മൂന്നാമതായിട്ട് പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട്. നമ്മൾ എത്ര പഴക്കം ചെന്ന വിശ്വാസി എന്ന് പറഞ്ഞാലും സുവിശേഷ പ്രവർത്തകരെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്നും പാർക്കുന്നത് ഈ പാഴ് മരുഭൂമിയിലാണ്, ഈ ഭൂമുഖത്താണ്. ഈ ഭൂമുഖം മുഴുവനും ദുഷ്ടന്റെ അധീനതയിലാണ്. നമ്മൾ പല കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് ലോകത്ത്. അങ്ങേയറ്റം അതിക്രമങ്ങൾ കൊണ്ട് പെരുകുന്ന കാലഘട്ടം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭൂമുഖത്ത്, ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു പൊടിപടലങ്ങളും നമ്മുടെ ജീവിതത്തിൽ, പൊടിപടലം മീൻസ് അകൃത്യം, പാപം, തിന്മ, അതിക്രമം എന്നുള്ള ഒരു പൊടിപടലങ്ങളും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കാതെ നാം സൂക്ഷിക്കുകയും പ്രത്യേകിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ്, അത് ലൂക്കോസ് 18 മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ 4 കാര്യങ്ങൾ അറിയണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഒന്ന്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. 2, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. 3, പാപങ്ങളെ ഏറ്റ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുറവ്, ബലഹീനത മറഞ്ഞു കിടന്നാൽ വാസ്തവത്തിൽ ആ പ്രാർത്ഥന വിഷയത്തിന് മറുപടി കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ സോളമൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇവിടെ പ്രസക്തിയുണ്ട്. ശലോമൻ പറഞ്ഞിരിക്കുന്ന സദൃശ്യവാക്യം 28 അധ്യായത്തിലുണ്ട് കേട്ടോ, 12-13 വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ കിട്ടുമെന്നാണ്. കണ്ടോ? അപ്പോൾ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ പാപിയല്ലല്ലോ, കർത്താവ് എന്റെ പാപം മോചിച്ചു. ശരിയാണ്, നമ്മൾ പാപം മോചിക്കപ്പെട്ടവരാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഇന്നും ജീവിക്കുന്നത് ഈ ഉലകത്തിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു പാപത്തിന്റെ ചിന്തയെങ്കിലും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ടാണ് പാപം ഏറ്റു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്: ശ്രദ്ധയോടുകൂടെ, മടുത്തുപോകാതെ. എന്താ അങ്ങനെ ഒരു കാര്യം യേശു പറയുവാൻ കാരണം? മടുത്തുപോകാതെ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ചില ദിവസങ്ങൾ അത് തുടരും, ചിലപ്പോൾ ആ ദിവസങ്ങൾ ആഴ്ചകളാകും, ചിലപ്പോൾ മാസങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ മനസ്സ് മടുത്തങ്ങ് പോകും, പിന്നെ പ്രാർത്ഥിക്കത്തില്ല, അങ്ങ് മടുത്തു പോകും. യേശു പറഞ്ഞത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. അതാണ് ലൂക്കോസ് 18 അധ്യായം. ഓക്കെ. അപ്പോൾ ഈ 4 കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, ഓൾറൈറ്റ്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, മടുത്തുപോകാത്ത പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളാണ് മറുപടി കിട്ടുന്ന പ്രാർത്ഥന.
ഈ വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അഥവാ ചില ദിവസങ്ങൾ നീണ്ടുപോയാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ മഹാദൈവം മറുപടി നൽകി അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ വിഷയം ധൂപപീഠം, വാസ്തവത്തിൽ ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ഈ ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന ധൂപവർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. വിശുദ്ധന്മാർക്കുള്ളതാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതമാണ് നമ്മെ ദൈവത്തോട് ഏറ്റവും അധികം അടുപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്തൊന്ന് പറഞ്ഞുവിടാം. അതിലൊന്ന്, യാഗപീഠവും ധൂപപീഠവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. യാഗപീഠവും ധൂപപീഠവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. നമുക്കത് ചിന്തിക്കാം. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്ത് പറഞ്ഞുവിടാം. ഒന്ന്, യാഗപീഠം ഖദിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് താമ്രം കൊണ്ട് പൊതിഞ്ഞതാണ്. കണ്ടോ, വ്യത്യാസങ്ങളാണ്. യാഗപീഠം ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞതാണ്. നേരെ മറിച്ച് ധൂപപീഠമാകട്ടെ ഖദിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ്. ഇതാണ് വ്യത്യാസം. സാമ്യമല്ല, വ്യത്യാസം. പിടികിട്ടുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, യാഗപീഠം എല്ലാവരും കാണത്തക്കവണ്ണം പ്രാകാരത്തിലായിരുന്നു വെച്ചിരുന്നത്. എല്ലാവർക്കും കാണാം. നേരെ മറിച്ച് ധൂപപീഠമാകട്ടെ അത് പുരോഹിതന്മാർക്ക് മാത്രം കാണത്തക്ക വിധത്തില് വിശുദ്ധ സ്ഥലത്ത് അങ്ങ് തിരശീലയ്ക്ക് അരികത്ത എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്തിന്റെ തൊട്ടു മുൻപിൽ ആ തിരശീലയുടെ അരികത്ത വെച്ചിരുന്നത്. ഓക്കെ, മൂന്നാമത്തെ വ്യത്യാസം, ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്നത് കാലത്തും വൈകിട്ടും മാത്രമായിരുന്നു. അതേസമയം യാഗപീഠത്തിൽ സദാസമയവും യാഗമർപ്പിക്കുമായിരുന്നു. നാലാമത്തെ വ്യത്യാസം, ധൂപപീഠത്തിന് വീതിയും നീളവും സമമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഉയരം കൂടുതലായിരുന്നു. 1 മുഴം നീളം 1 മുഴം വീതിയാണ് ധൂപപീഠം. ഉയരം 2 മുഴം. മറിച്ച് ഹോമയാഗപീഠത്തിന് നീളവും വീതിയും സമമായിരുന്നു. അപ്പോൾ ഉയരം കുറവായിരുന്നു. നീളവും വീതിയും കൂടുതലാണ്. അതാണ് സമാഗമന കൂടാരത്തിൽ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ സകല ഉപകരണങ്ങൾ വെച്ച് ഏറ്റവും വലിപ്പമേറിയതാണ് യാഗപീഠം. ഓക്കെ, ഇനി അടുത്ത്, ധൂപപീഠത്തിൽ അർപ്പിച്ചിരുന്നത് സുഗന്ധവർഗം. നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. നർബശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി, ഒപ്പം ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഈ മനോഹരമായ പൗഡർ. ഓക്കെ, ഇതാണ് ധൂപപീഠത്തിൽ അർപ്പിച്ചിരുന്ന സുഗന്ധവർഗം. അപ്പോൾ ധൂപപീഠത്തിൽ അർപ്പിച്ചിരുന്നത് സുഗന്ധവർഗമായിരുന്നു. നേരെ മറിച്ച് യാഗപീഠത്തിൽ അർപ്പിച്ചിരുന്നത് ഇതുപോലെയുള്ള സുഗന്ധക്കൂട്ടല്ല. കാള, ആട്, ധാന്യങ്ങൾ, പ്രാവ് തുടങ്ങിയ പാനീയയാഗം ഉൾപ്പെടെയുള്ള വസ്തുക്കളെയാണ് അർപ്പിച്ചിരുന്നത്. അതിൽ നിന്ന് ഉയരുന്നത് തീർത്തും പുകയാണ്, അല്ലാതെ സുഗന്ധവർഗത്തിന്റെ അസുഗന്ധമല്ല. ആറാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം, ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന സുഗന്ധവർഗത്തിൽ നിന്ന് ഉയരുന്നത് വളരെ ആളുകൾക്ക് അനുഭവിച്ച് സന്തുഷ്ടരായി സന്തോഷത്തോടെ അവിടം വിട്ട് പോകാൻ തോന്നാത്ത ഒരു അനുഭവം നൽകുന്നതായിരുന്നു. നേരെ മറിച്ച് യാഗപീഠത്തിൽ നിന്ന് മാംസം കത്തുമ്പോൾ ഉയരുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള പുകയാണ്. ആ പുകയും കണ്ട് നമുക്ക് എപ്പോഴും അവിടെ നിൽക്കണമെന്ന് തോന്നത്തില്ല. പക്ഷെ നിന്നേ മതിയാവും. നേരെ മറിച്ച് ധൂപപീഠത്തിൽ അങ്ങനല്ല. അതിനകത്തിടുന്ന ധൂപവർക്കം ആ തീയിൽ വീഴുമ്പോൾ, ആ തീക്കലശത്തിൽ വീഴുമ്പോൾ എന്നെന്നില്ലാത്ത സുഗന്ധമാണ് ഉയരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനോഹരമായ വെള്ള കളറുള്ള പുകയാണ്. ഓൾറൈറ്റ്, ഇനി അടുത്ത് ഏഴാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ധൂപപീഠം വെച്ചിരുന്ന സ്ഥലവും യാഗപീഠം വെച്ചിരുന്ന സ്ഥലവും. യാഗപീഠം വെച്ചിരുന്നത് പ്രാകാരത്തിലാണെങ്കിൽ ധൂപപീഠം കൃപാസനത്തോട് കയറുന്ന ആ കവാടത്തിന്റെ ആ തിരശീലയ്ക്ക് അരികത്താണ്. കണ്ടോ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യാഗപീഠം എത്രയും വലിപ്പമുള്ളത്
ധൂപപീഠം വളരെ വലിപ്പം കുറഞ്ഞത്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഈ രണ്ട് ഉപകരണങ്ങൾക്ക് ഉള്ളപ്പോൾ തന്നെ സാമ്യങ്ങളുണ്ട്, ചില സാമ്യങ്ങളുണ്ട്. എന്താണ് സാമ്യം? പറയാം. രണ്ട് വസ്തുക്കളും, യാഗപീഠവും ധൂപപീഠവും ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഖദിരമരം. ഓൾറൈറ്റ്. അതിന്റെ അർത്ഥം രണ്ടിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിറഞ്ഞു നിന്നു എന്നാണ്. ഓക്കെ. രണ്ടാമത്തത്, ഈ രണ്ടിനും കൊടുത്തിരിക്കുന്ന പേര് പീഠം എന്നാണ്. യാഗപീഠം, ധൂപപീഠം. ഓക്കെ. യാഗപീഠം, ധൂപപീഠം. മൂന്നാമത്തെ സാമ്യം എന്ന് പറയുന്നത് ധൂപപീഠത്തിൽ നിന്നും യാഗപീഠത്തിൽ നിന്നും പുക ഉയർന്നുകൊണ്ടിരുന്നു. രണ്ട് തരത്തിൽപ്പെട്ട തരത്തിൽ രണ്ടിടത്തു നിന്നും പുക ഉയർന്നുകൊണ്ടിരുന്നു. നാലാമത്തെ സാമ്യം എന്ന് പറയുന്നത് രണ്ട് ഉപകരണങ്ങളും ചുമന്നു കൊണ്ടുപോകേണ്ട വസ്തുക്കളായിരുന്നു. രണ്ടും ചുമക്കേണ്ട ഉപകരണങ്ങളായിരുന്നു. അഞ്ചാമത്തെ സാമ്യം, ഇത് രണ്ടിനും കൊമ്പുകളുണ്ട്. കണ്ടോ? 4 മുക്കിലും ഓരോ കൊമ്പുകൾ, ഓരോ ദിക്കിൽ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. 4 കൊമ്പുകൾ. കൊമ്പെന്ന് പറയുന്നത് പല വിഷയങ്ങളെയാണ് കാണിക്കുന്നത്. അതിലൊന്ന് കൊമ്പ് ശക്തിയെയാണ് കാണിക്കുന്നത്. ഓക്കെ. കൊമ്പ് ശക്തിയെ കാണിക്കുന്നു, കൊമ്പ് പ്രതാപത്തെ കാണിക്കുന്നു, കൊമ്പ് രക്ഷയെ കാണിക്കുന്നു. ഓൾറൈറ്റ്. അതൊക്കെ ഞാൻ പിന്നാലെ വിശദീകരിക്കാം. അപ്പോൾ രണ്ടിനും കൊമ്പുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു സാമ്യം എന്ന് പറയുന്നത് രണ്ടിലും പുരോഹിതന്മാർ മാത്രമാണ് ശുശ്രൂഷിച്ചിരുന്നത്. ഈ രണ്ട് വസ്തുക്കളിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം നിയോഗിച്ചിരുന്നത് തൻ്റെ ദാസന്മാരായ പുരോഹിതന്മാരെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇന്നും കർത്താവ് തൻ്റെ സന്നിധിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. നാട്ടുകാരുടെയും ദേശക്കാരുടെയും കാഴ്ചയ്ക്ക് സാധാരണക്കാരൻ തോന്നിയാലും സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗം. മറ്റൊരു സാമ്യം, ഇത് രണ്ട് വസ്തുക്കളും വാതിലിന്റെ അരികത്ത്, യാഗപീഠമാകട്ടെ ആദ്യം ചെന്ന് കയറുന്ന പ്രാകാര വാതിലിന്റെ അരികത്താണ്. പ്രാകാരത്തിലൂടെ, ആ വാതിലൂടെ ഒരുവൻ കയറിയാൽ ആദ്യം കാണുന്നത് യാഗപീഠം. അതുപോലെ തന്നെ ധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന ആ കവാടത്തിന്റെ തിരശ്ശീലയുടെ അരികത്ത്, ആ വാതിന്റെ അരികത്താണ് വെച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സാമ്യം എന്ന് പറയുന്നത് രണ്ടിലും ഉപയോഗിച്ചിരുന്നത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ തീയാണ്, അന്യാഗ്നിയല്ല. ഓൾറൈറ്റ്. നമ്മൾ ആലയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, യാഗപീഠത്തിലാകട്ടെ, ധൂപപീഠത്തിലാകട്ടെ, കവരവിളക്കിലാകട്ടെ, പിന്നെ ധൂപകലശത്തിലാകട്ടെ, നമ്മൾ എവിടെ നോക്കിയാൽ അതിനകത്ത് കാണുന്ന തീ എന്ന് പറയുന്നത് അത് മനുഷ്യനിർമ്മിതമായ തീയല്ല. ആദ്യമായി യാഗമർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ട ആ അഗ്നി ആലയത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു. കൂടാരം മാറ്റിയടിക്കുമ്പോഴും തീ കെട്ടുപോകാതെ തീ കലശത്തിൽ അവർ തീ സൂക്ഷിച്ചു കൊണ്ടുപോകുമായിരുന്നു. അത് അവരുടെ ജോലിയായിരുന്നു. ആ തീ കലശത്തിൽ സൂക്ഷിച്ച് പരിപാലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് വരെയും അവർ സൂക്ഷിച്ചിരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം പെന്തക്കോസ്ത് എന്ന നാളിൽ ഒരുമിച്ച് കൂടിയിരുന്നവരുടെ മേൽ അയച്ച ആ പരിശുദ്ധാത്മാവെന്ന അഗ്നി അന്ന് തുടങ്ങി ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടും തൻ്റെ വിശുദ്ധന്മാരായ ദാസന്മാര്, ദാസിമാര്, ദൈവകുഞ്ഞുങ്ങള് ഇന്നും അത് കെടാതെ വണ്ണം സൂക്ഷിക്കുന്നതിന്റെ കാരണം ദൈവസഭയ്ക്ക് അറിയാം. എത്രയും വേഗത്തിൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ വിശുദ്ധിയും വേർപാടും അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ച് ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കെട്ടുപോകാതെ ഉള്ളിന്റെ ഉള്ളറയിൽ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന വിശുദ്ധന്മാരെ അവിടുന്ന് ചേർത്തുകൊള്ളും. നാം എത്രയും വേഗത്തിൽ ഇവിടുന്ന് പുറപ്പെടും. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. വരവിൽ പ്രത്യാശയുള്ളവരായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവം നമ്മെ പിന്നെ സഹായിക്കട്ടെ. അങ്ങനെ ഈ മനോഹരമായ ധൂപപീഠം, അതിലെ ധൂപവർഗം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ഒരു കാരണത്താലും പ്രാർത്ഥന നഷ്ടപ്പെടാതെ അന്ത്യം വരെ, അന്ത്യശ്വാസം വരെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം തീർത്തും സുഗന്ധം പകരുന്ന അനുഭവം കത്തി ജ്വലിക്കട്ടെ. അത് ആയിരങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ, അനേകരെ രക്ഷയിലേക്ക് നയിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒടുവിലത്തെ കുത്തും മുനയുമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.